أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ജമാഅത്തില്ലാതെ ഒറ്റക്ക് നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചുള്ള ചർച്ച നിർത്തിവെച്ച് ജമാഅത്ത് സുന്നത്ത് നിസ്കാരങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നിർത്തിവെച്ച് എന്ന് പറഞ്ഞ ബോധപൂർവം തന്നെയാണ്. അതായത് ഇനിയും ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ ജമാഅത്ത് സുന്നത്തില്ലാത്തതായി ഉണ്ട്. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ മാത്രം പറഞ്ഞ് മറ്റുള്ളത് വിശദമായി പറയുന്ന വലിയ കിതാബുകളിലേക്ക്, അതുപോലെ തന്നെ ഇബാദത്തിൽ കൂടുതൽ താല്പര്യമെടുത്ത് അതിന് സമയം ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ വിശദമായ കിതാബുകളിൽ നോക്കി പഠിക്കുക എന്ന നിലക്ക് പ്രധാനപ്പെട്ടത് പറഞ്ഞ് ഇനി ജമാഅത്ത് സുന്നത്ത് ഉള്ള നിസ്കാരങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന്റെ ഇടക്ക് ആലൂരെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങള് ഉണർത്താനുണ്ട്. അതായത് വളരെ പ്രധാനപ്പെട്ട, നമുക്കൊക്കെ വേണമെങ്കിൽ പലപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് സുന്നത്ത് നിസ്കാരങ്ങളെ സംബന്ധിച്ച് ചുരുങ്ങിയ തോതിൽ നിഹായത്തു സൈന് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മള് ഖുത്ബിയത്തിന് മുമ്പൊക്കെ നിസ്കരിക്കുന്ന സ്വലാത്തുൽ ഹാജത്ത് ഉണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് വളരെ നന്നായി വിശദീകരിച്ചിട്ടുണ്ട് നിഹായത്തു സൈന്. നമ്മളൊക്കെ പലപ്പോഴും ചെയ്യുന്നതാണ്. അത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ചുരുക്കി പറയാം. ഒന്ന്, ഒമിൻഹു സ്വലാത്തുൽ ഹാജ കണ്ടോ, അതിന്റെ നിസ്കാരത്തിന്റെ പേര് തന്നെ കൊടുക്കുന്നത് സ്വലാത്തുൽ ഹാജ ആണ്. ഫമൻ വാഖ അലൈഹിൽ അംറു വമസ്സതു ഹാജത്തുൻ ഫീ സ്വലാഹിൻ ദീനിയ വദുനിയ വതഅസ്സറ അലൈഹി ദാലിക ഫൽയുസല്ലി ഹാദിഹി സ്വലാത്തുൽ ആതിയ. അതായത് ഒരു പ്രയാസം നേരിട്ട് ഒരു വലിയ ബുദ്ധിമുട്ട് പ്രശ്നത്തിൽ കുടുങ്ങിയാൽ അത് നിറവേറിക്കിട്ടാൻ വളരെ പ്രയാസമാകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സ്വലാത്തുൽ ഹാജത്ത് നിസ്കരിക്കാം. അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളുടെ പരിഹാരം തേടിക്കൊണ്ടാണല്ലോ നമ്മളെ ഖുത്ബിയത്ത് ഒക്കെ ഓതുക. അപ്പൊ അതിന്റെ തുടക്കത്തിൽ സാധാരണ സ്വാഭാവികമായും നമ്മൾ സ്വലാത്തുൽ ഹാജത്ത് നിസ്കരിക്കും. അപ്പൊ അതിനെപ്പറ്റി روي عن وهيب بن الورد رحمه الله أنه قال, ഇമാം വഹൈബ് ബിനുൽ വർദ് റഹ്മഹുല്ലാഹ് പറയുന്നു, ഇന്ന മിന ദുആഇ അല്ലദീ ലാ യുറദ്ദു, ഒരിക്കലും തള്ളപ്പെടാത്ത ദുആകൾ അഥവാ ഉത്തരം കിട്ടാൻ വളരെ കൂടുതൽ സാധ്യതയുള്ള ദുആയിൽപ്പെട്ടതാണ് അൻ യുസല്ലിയൽ അബ്ദു, ഒരു മുഅ്മിനായ മനുഷ്യൻ നിസ്കരിക്കുക. സിന്തൈ അശറത റക്അ കണ്ടോ, 12 റക്അത്ത് ബഅദ സ്വലാത്തി സിനത്തൈ അശറത മിൻ റക്അ മഅൽ ഫവാത്തിഹി വൽ ഇഖ്ലാസി ബിൽ ഖദ്അ എന്ന് ബഹുമാനപ്പെട്ട സദഖത്തുൽ ഖായിരി തങ്ങള് ഖുത്ബിയത്തിൽ പറഞ്ഞല്ലോ. ആ 12 റക്അത്ത് നിസ്കരിക്കുക. യഖ്റഉ ഫീ കുല്ലി റക്അത്തിൻ ബിഫാത്തിഹത്തിൽ കിതാബി, ഓരോ റക്അത്തിലും ഫാത്തിഹ സൂറത്ത് ഓതുക. ആയത്തുൽ കുർസി, ഖുൽ ഹുവല്ലാഹു അഹദ് ആണോ. ഇഖ്ലാസ് എന്നതുകൊണ്ട് ഇഖ്ലാസിന്റെ സൂറത്തും ഇഖ്ലാസിന്റെ ആയത്തും, ശരിയല്ലേ? ആയത്തുൽ കുർസി ഇഖ്ലാസിന്റെ ആയത്താണ്.
മറ്റേ സൂറത്ത് ഖുൽഹുവല്ലാഹു അഹദ് ഇഖ്ലാസിന്റെ സൂറത്തും രണ്ടും ഓതണം എന്നാ പറയുന്നത്. ആയത്തുൽ കുർസി ഓതുക, ഖുൽഹുവല്ലാഹു അഹദ് ഓതുക ഓരോ റക്അത്തിലും. ഫൈദാ ഫറഗ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം കാല ഇങ്ങനെ ദുആ ചെയ്യുക. സുബ്ഹാനല്ലദീ ലബിസൽ ഇസ്സ വഖാല ബിഹി സുബ്ഹാനല്ലദീ തഅത്തഫ ബിൽ മജ്ദി വതകറമ ബിഹി സുബ്ഹാനദിൽ ഇസ്സി വൽ കറമി സുബ്ഹാനദി തൗലി അസ്അലുക ബിമആഖിദിൽ ഇസ്സി മിൻ അർശിക വമുൻതഹർ റഹ്മതി മിൻ കിതാബിക വബിസ്മിക്കൽ അഅലമി വജദ്ദിക്കൽ അഅലാ വകലിമാതിൽ കത്താമാതിൽ ആമ്മാതിൽ ലത്തി ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിർ അൻ തുസല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് ആമുഖമായി ഹംദും സ്വലാത്തും ചൊല്ലി സുമ്മ യസ്അലു ഹാജതഹു ലത്തി ലാ മാസിയത ഫീ ഹറാമല്ലാത്ത തന്റെ ഹലാലായ ഏത് ആവശ്യത്തിനു വേണ്ടിയും ദുആ ചെയ്യാം. അതിന്റെ മുമ്പ് ആമുഖമായി ചൊല്ലേണ്ട തസ്ബീഹ് ഹംദും സ്വലാത്തുമാണ് പറഞ്ഞത് നിസ്കരിച്ചതിന് ശേഷം. ഫയജാബു ഇൻഷാ അല്ലാഹു അസ്സ വജല്ല. അങ്ങനെ തന്റെ ആവശ്യത്തിന് വേണ്ടി ഈ നിസ്കരിച്ചു ഈ സ്വലാത്തും ഹംദും ചൊല്ലി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഉത്തരം തരും. ഖാല ബലഗന ഈ വുഹൈബ് ഇബ്നുൽ വർദ് എന്നവർ പറയാണ്, ബലഗന അന്നഹു കാന യുഖാലു ഇമാമിങ്ങള് ഉസ്താദന്മാര് ശിഷ്യരോട് ഉപദേശിക്കാറുണ്ടായിരുന്നു, ലാ തുഅല്ലിമുഹാ ലിസുഫഹായിക്കും, ഈ സ്വലാത്തുൽ ഹാജത്തും അതിന്റെ ദുആവും വിവരം കെട്ടവർക്ക് പഠിപ്പിച്ചു കൊടുക്കില്ലേ. കാരണം എന്താ, തആവനൂന ബിഹാ അലാ മാസിയത്തില്ലാ, അവരെ കുറ്റകരമായ തെറ്റായ ചില താല്പര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവര് ഇത് ഉപയോഗപ്പെടുത്തിയേക്കും. അപ്പം നല്ല പേടിയും പടച്ചോൻ തഖ്വയും ഉള്ള ആളുകളോട് പഠിപ്പിച്ചു കൊടുത്താൽ മതി എന്ന് പറയുമായിരുന്നു. ഇനി ഇതതിന്റെ പൂർണ്ണ രൂപാണ്. പിന്നെ പറയാവോ തസ്വലു, ഈ സ്വലാത്തുൽ ഹാജ കരസ്ഥമാണ് ബി റക്അത്തൈനി, 2 റക്അത്ത് നിസ്കരിച്ചാലും അതാ ചുരുങ്ങിയത് 2 റക്അത്ത്, അധികരിച്ചാൽ 12 റക്അത്ത് എന്ന് പറയാൻ കാരണം ആണോ, ചുരുങ്ങിയ 2 റക്അത്ത് നിസ്കരിക്കുക. യൻവി ബിഹിമാ ഖളാ ഹാജത്തി, തന്റെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം നിറവേറാൻ വേണ്ടി എന്ന നിയ്യത്തോടു കൂടിയായിരിക്കണം നിസ്കരിക്കുന്നത്. ഇനി വേണ്ടാത്ത ജാനിഫിൽ ഫർളി വൻ നഫ്ലി തഹിയ്യത്തുൽ മസ്ജിദി, കാരണം മുത്തലഖ് സുന്നത്താണ്. അതുകൊണ്ട് തഹിയ്യത്തുൽ മസ്ജിദിന്റെ കൂട്ടത്തിലും ഇത് കരുതാം, ഫർദ് നിസ്കാരത്തിന്റെ കൂട്ടത്തിലും കരുതാം, അല്ലാത്ത സുന്നത്തുകളുടെ കൂട്ടത്തിലും ഒക്കെ കരുതാം. ഇത് സ്വന്തമായി നിസ്കരിക്കാം, മറ്റേ കൂട്ടത്തിലും. അതിന്റെ അർത്ഥമൊന്നും വേണ്ട, അതൊക്കെ അവിടെ നോക്കി ചെല്ലിയാ മതി. അതൊന്നും അർത്ഥം പറഞ്ഞു കേട്ടില്ലേ, അവരുടെ ഒക്കെ വിവരമുള്ളവർ ചെയ്തോട്ടെ, അല്ലാത്തവര് ചെയ്യണ്ട. അല്ലോ ലാ തുഅല്ലിമുഹ സുഫഹാക്കും ഫയതആവനൂ ബിഹാ അലാ മാസിയത്തില്ലാഹി അസ്സ വജല്ല എന്ന് ഉസ്താദന്മാർ ഉപദേശിക്കാറുണ്ടായിരുന്നു എന്നാ. മനസ്സിലായില്ലേ? അപ്പൊ അത് എന്ത് മതി, അതൊക്കെ അർത്ഥം കിട്ടുന്ന ഉസ്താദന്മാർ ചെയ്തോട്ടെ. ഹൈറായ കാര്യത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അവര് ദുആ ചെയ്തിട്ട്, മറ്റുള്ളവര് അങ്ങനെ ഇമാമിങ്ങൾ പറഞ്ഞ ദുആ ആണ് എന്ന നിലക്ക് അങ്ങനെ ചൊല്ലിയാലും അതിൻ്റെതായ ഫായിദ കിട്ടും. ഏതായാലും 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം ഇനി മറ്റൊരു രൂപമാണ്, 12 റക്അത്താണ് അതിന്റെ പൂർണ്ണ രൂപം പറഞ്ഞു. എന്നിട്ട് യുസല്ലി ബഅദഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം യഖൂലവും പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയ്യുൽ അളീം, സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അളീം, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മൂജിബാതി റഹ്മതിക വഅസായിമ മഗ്ഫിറതിക വൽഗനീമത മിൻ കുല്ലി ബിർരിൻ വസ്സലാമത മിൻ കുല്ലി ഇസ്മിൻ ലാ തദഅ ലീ ദംബൻ ഇല്ലാ ഗഫർതഹു വലാ ഹമ്മൻ ഇല്ലാ ഫറജ്തഹു വലാ ഹാജതൻ ഹിയ ലക റിളൻ ഇല്ലാ ഖളൈതഹാ എന്ന് ദുആ ചെയ്യാം. അപ്പൊ 12 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു രൂപമുണ്ട്, 2 റക്അത്ത് നിസ്കരിക്കുന്ന രൂപമുണ്ട്. അപ്പൊ ചുരുങ്ങിയ രീതി 2 റക്അത്ത്. വലിയ പ്രശ്നങ്ങളൊക്കെ പരിഹാരം തേടിക്കൊണ്ട് ഖുതുബിയത്തൊക്കെ പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് 12. അതുപോലെ മറ്റേതൊന്ന് ഇനി വേറെ കുറെ ഉണ്ട്, അതൊന്നും ഇപ്പൊ പറയണില്ല. ഏത് മുമ്പ് പറഞ്ഞ അത് പലപ്പോഴും പലരും കേൾക്കാത്തൊരു വിഷയമാണ്. അതായത് ഒരാള് മരണപ്പെട്ടു, നമ്മുടെ ബന്ധത്തിനോ നമ്മുടെ സ്നേഹിതന്മാര് അല്ലെങ്കിൽ നമ്മുടെ ഗുരുനാഥന്മാര് അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകന്മാര്, ഇങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാള്
വഫാത്തായാൽ ആ ഖബറടക്കം കഴിഞ്ഞ ആദ്യ രാത്രി അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങളിൽപ്പെട്ടതാണ് 2 റക്അത്ത് നിസ്കരിച്ച് ഹദിയാക്കുക. അത് മുമ്പ് പറഞ്ഞിരുന്നല്ലോ, പക്ഷെ അതിന്റെ വിശദ രൂപം അന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ആ ചെറിയൊരു രീതി അതുകൂടി പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ഫത്വൽ മീനിന്റെ ജമാഅത്ത് സുന്നത്തുള്ള ഖിസ്മിലേക്ക് കടക്കാം. ഒമിന്നു സ്വലാത്തു റക്അത്തൈനി ലിൽ ഉൻസി ഫിൽ ഖബർ. കണ്ടോ, ഖബറിൽ മറപെട്ട് കിടക്കുന്ന ഖബറാളിക്ക് ശാന്തി, മനസ്സമാധാനവും സന്തോഷവും ലഭിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരം. റുയാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് പറയാണ്, ലാ യഅതി അലൽ മയ്യിത്തി, ഒരു മരണപ്പെട്ട മനുഷ്യന് വരില്ല, അശദ്ദ മിനൽ ലൈലത്തിൽ ഊലാ, ഒന്നാമത്തെ രാത്രി, വലൈലുൽ ഖബരി അൻസാഹും ബിലൈലി എന്ന് മഹാന്മാരായ സൂഫിയാക്കൾ പറഞ്ഞില്ലേ. മണവാട്ടിയോടൊന്നിച്ചുള്ള ആദ്യ രാത്രിയുടെ സുഖം, ആനന്ദം ഖബറിന്റെ ആദ്യ രാത്രിയെ ഓർത്തുകൊണ്ട് അവരെ മറപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ, ഖബറിലെ ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് വരുന്ന ഏറ്റവും ഭയാനകമായ രാത്രിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഫറഹമു ബിസ്വദഖത്തി, നിങ്ങൾ കഴിയുന്ന ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കാരുണ്യം ചെയ്യണം. ആരോട്? മനിയമൂത്തു, മരണപ്പെട്ടു പോയ ആള്, നിങ്ങളെ കുടുംബത്തിന്നോ ബന്ധത്തിന്നോ അതല്ലെങ്കിൽ സഹപ്രവർത്തകന്മാരിൽ നിന്നോ ഒക്കെ ആരെങ്കിലും മരണപ്പെട്ടാൽ കഴിയുന്ന സദഖ ചെയ്തുകൊണ്ട് അവരോട് പ്രത്യേകം കാരുണ്യം കാണിക്കണം. കാരണം ഈ ആദ്യ രാത്രി അത്രയും ഭയാനകമാണ്. അവിടെ ഒരു ആശ്വാസം കിട്ടാൻ സദഖ സഹായിക്കും. എന്നാൽ ഫമല്ലം ബിദ്, അങ്ങനെ സദഖ ചെയ്യാൻ പറ്റിയില്ല, എന്നാൽ ഫൽയുസല്ലി റക്അത്തൈൻ, 2 റക്അത്ത് നിസ്കരിക്കുക. യഖറഉ ഫീഹിമാ, ഈ 2 റക്അത്തിലും ഫാത്തിഹയുടെ ശേഷം ഒന്നാമത്തെ റക്അത്തിൽ ഓതി അത് തന്നെ രണ്ടാമത്തെ റക്അത്ത്. യഖറഉ ഫീഹിമാ ഐ ഫീ കുല്ലി റക്അത്തി മിൻഹുമാ, 2 റക്അത്തിലും ഓതേണ്ടത് ഫാത്തിഹത്തുൽ കിതാബി മറ, ഒരു പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് ഓതുക. വ ആയത്തുൽ കുർസി മറ, ഓരോ പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുക. വ അൽഹാകുമുത് തകാസുർ മറ, ഒരു പ്രാവശ്യം അൽഹാകുമുത് തകാസുർ. വഖുൽ ഹുവല്ലാഹു അഹദ് 10 മറാത്ത്, 10 വട്ടം ഖുൽ ഹുവല്ലാഹു. ഇതിപ്പോ 2 റക്അത്തിലും അങ്ങനെ വേണ്ടത്. ഫാത്തിഹ സൂറത്ത് ഓതുക, പിന്നീട് ആയത്തുൽ കുർസി ഒരു വട്ടം ഓതുക, അൽഹാകുമുത് തകാസുർ ഒരു വട്ടം ഓതുക, ഖുൽ ഹുവല്ലാഹു അഹദ് 10 വട്ടം ഓതുക. എന്നിട്ട് സാധാരണ പോലെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി യഖൂലു ബഅദസ്സലാം, നിസ്കരിച്ചതിന് ശേഷം അവൻ പറയാ. അത് അറബി തന്നെ പറഞ്ഞോളന്നില്ല, കാരണം നമ്മള് ഈ അദിയാക്കുന്നതിനെ പറ്റിയാണ്. അല്ലാഹുമ്മ ഇന്നി സ്വല്ലൈതു ഹാദിഹി സ്വലാത്ത, പടച്ചവനെ ഞാൻ ഈ 2 റക്അത്ത് നിനക്ക് വേണ്ടി നിസ്കരിച്ചു. വതഅലമു മാ ഉരീദു, അതുകൊണ്ട് എന്റെ ഉദ്ദേശം നിനക്കറിയാം. അല്ലാഹുമ്മ ജഅസ്വാബഹ, ഞാൻ ഈ നിസ്കരിച്ച നിസ്കാരത്തിന്റെ പ്രതിഫലത്തെ നീ എത്തിച്ചു കൊടുക്കണമേ. ഇലാ ഖബരി ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന ആളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണമേ എന്ന് ദുആ ചെയ്യാം. അത് ഞമ്മക്കറിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ മതി. പടച്ചോനെ ഞാൻ ഈ 2 റക്അത്ത് നിസ്കരിച്ച നിസ്കാരം നീ കബൂലാക്കുക. ഞാനത് നിസ്കരിച്ചപ്പോൾ ഉദ്ദേശിച്ചത് നിനക്കറിയാം. ആ ഉദ്ദേശപ്രകാരം നീ ആ ഇന്ന ആളുടെ ഖബറിടത്തിൽ അതിന്റെ സവാബിനെ നീ എത്തിച്ചു കൊടുക്കണമേ എന്ന് പറയും. അങ്ങനെ ചെയ്താൽ ഫയബഅസുല്ലാഹു മിൻ സഅതിഹി, അപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കും ഇലാ ഖബരിഹി, ഈ വ്യക്തിയുടെ ഖബർ കൊണ്ട് അൽഫ മലക്കിൻ, 1000 മലക്കുകളയക്കും. മാ കുല്ലി മലക്കിൻ, ഓരോ മലക്കിന്റെ കൂടെയുമുണ്ട് നൂറുൻ, വലിയ പ്രകാശവും, വഹദിയത്തുൻ, ഹദിയയും ഉണ്ടാവും. യൂനിസൂനഹു, അവർ ഈ മനുഷ്യരെ ഖബറിൽ ഈനാസ് നേരം പോക്കിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും. ഇലാ യൗമി യുൻഫഖു ഫിസ്സൂർ, ഖിയാമത്ത് നാൾ വരെ, സൂർ എന്ന കാളത്തിൽ ഊതുന്നത് വരെ ഖബറിൽ അവന് ഈനാസിന് ഇതുണ്ടാകും എന്നിട്ട് പറയാം. അതിന്റെ ബാക്കി ഒഫിൽ ഹദീസ്, ഈ ഹദീസിന്റെ തന്നെ ബാക്കി ഭാഗത്തിലുണ്ട് അന്ന ഫായില ദാലിക, നിസ്കരിച്ചോനോ, അപ്പൊ നിസ്കരിക്കപ്പെട്ട വ്യക്തിന്റെ ആണല്ലോ പറഞ്ഞത്. നിസ്കരിച്ച വ്യക്തി ലഹു സവാബുൻ ജസീം, അവർക്കും തന്നെ വലിയ വണ്ണമായ പ്രതിഫലമുണ്ട്. മിന്നു, അതിൽപ്പെട്ടതാണ് അന്നഹു ലാ യഖ്റുജു മിനദ് ദുനിയാ ഹത്താ യുറാ മകാനുഹു ഫിൽ ജന്ന, മരിക്കുന്നതിന് മുമ്പ് സ്വർഗം കണ്ട് മരിക്കാനാവും നിസ്കരിച്ചാക്കി. മറ്റേ ആൾക്ക് ഖബറിൽ അതിന്റെ പ്രതിഫലം മഹാന്മാരായ 1000 മലായിക്കത്ത് ഹദിയയുമായി വന്ന് അവനെ സമീപിച്ച് ഖിയാമത്ത് നാൾ വരെ അവന് ആശ്വാസമേകിക്കൊണ്ടിരിക്കും എന്നതിന് പുറമെ നിസ്കരിച്ച വ്യക്തി മരിക്കുന്നതിന് മുമ്പ്
അവൻ സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കിട്ടൂന്ന്. ആലബാബും ചില ഇമാമിങ്ങൾ, സൂഫികളായ ഇമാമിങ്ങൾ പറയാം, തൂബാലി അബ്ദിൻ, എല്ലാവിധ സന്തോഷവും ഒരു മനുഷ്യനാണ്, വാളബലാദിസ്വല, ഈ നിസ്കാരം അവൻ പതിവാക്കി. എങ്ങനെ? കുല്ലലയില, എന്നും രാത്രി ഒരിക്കൽ ഈ 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് വാഹിദാ സവാബഹ, ഈ നിസ്കരിച്ചതിന്റെ സവാബിനെ അതിയാക്കുക. ലി കുല്ലി മയ്യിത്തിൻ മിനൽ മുസ്ലിമീൻ, ഇന്നത്തെ ഒരു ദിവസം മരിച്ച മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഞാൻ അതിയാക്കുന്നു എന്ന്. എന്നാൽ അത് അവന് സ്വർഗം കണ്ടു മരിക്കാൻ കാരണമാകും, ഈ മോമിനീങ്ങൾക്ക് ഈ സവാബ് കിട്ടുകയും ചെയ്യും എന്ന്. ഇനി വേറെ കുറെ ഇസ്തിയാദത്തിന്റെ നിസ്കാരം, സഫറിന്റെ നിസ്കാരം, ഇങ്ങനെ കുറെ ഉണ്ട്. അതൊക്കെ ഇവിടെ പറയാൻ സമയമില്ല. അതൊക്കെ പിന്നെ ഞാൻ ആവശ്യമുള്ള ഓജാമാർ ഉസ്താദന്മാരൊക്കെ വേണമെങ്കിൽ കിതാബുകൾ വിശാലമായിട്ട് പറയുന്ന കിതാബുകൾ നോക്കിയാൽ മതി. ചുരുക്കി ഇതൊക്കെ നിഹാത്ത് ഹുസൈനിൽ തന്നെ ഇനിയും കുറെ പറഞ്ഞിട്ടുണ്ട്. അത് കയ്യിൽ ഉള്ളവര് അത് നോക്കാം. ഒരാളെന്തെങ്കിലും ചെയ്താൽ അത്രയും ഹൈറായല്ലോ, അന്നേക്ക് പറഞ്ഞതാണ്. ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരാം. ഫത്തുൽ മുഈന് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്തസ്കാരങ്ങളുടെ പട്ടിക തുടങ്ങാൻ പോവുകയാണല്ലോ. അപ്പൊ ആ ഭാഗത്തേക്ക് കടക്കാം. അതിന്റെ ഇടക്ക് വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നി 1-2 എണ്ണം ഉണർത്തി എന്ന് മാത്രം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വൽ ഖിസ്മുസ്സാനി, സുന്നത്തസ്കാരങ്ങളിൽ നിന്നിട്ടുള്ള 2ാമത്തെ ഇനം മാ തുസന്നു ഫീഹിൽ ജമാഅത്തു, അതിൽ ജമാഅത്ത് സുന്നത്താക്കപ്പെടുന്നതാണ്. നേരത്തെ പറഞ്ഞതൊക്കെ ഒറ്റക്ക് നിസ്കരിക്കേണ്ട നിസ്കാരങ്ങളാണ്. അഥവാ ജമാഅത്തായി നിസ്കരിച്ച സഹിയാതയല്ല, ഏതായാലും ജമാഅത്ത് സുന്നത്തില്ല. ഇനി പറയുന്നത് അങ്ങനെയല്ല. ഇനി പറയുന്ന ഈ നിസ്കാരങ്ങൾക്കൊക്കെ ജമാഅത്തായി നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്താ. എന്നാൽ ഒറ്റക്ക് നിസ്കരിച്ചാൽ സഹിയാവുകയും ചെയ്യും. അവിടെ മനസ്സിലാക്കണ്ടേ? നേരത്തെ പറഞ്ഞ ജമാഅത്ത് സുന്നത്തില്ലാത്തതാണ്, അത് ജമാഅത്തായി നിസ്കരിച്ചാൽ സഹിയാവും. ഇനി പറയുന്നത് ജമാഅത്ത് സുന്നത്തുള്ളതാ. ഇനി ജമാഅത്തില്ലാതെ ഒറ്റയ്ക്ക് നിസ്കരിച്ചാലോ, എന്നാലും സഹിയാവും. അതൊക്കെ സ്വലാത്തുൽ ഈദൈനി, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമതായി പറയാനുള്ളത് 2 പെരുന്നാൾ നിസ്കാരങ്ങളാണ്. ഏതാ 2 പെരുന്നാള്? അൽ ഈദിൽ അക്ബരി വൽ അസ്ഗരി, ചെറിയ പെരുന്നാള്, വലിയ പെരുന്നാള്. ഹജ്ജുമായി ബന്ധപ്പെട്ട പെരുന്നാളായതുകൊണ്ട് ഈദുൽ അക്ബർ എന്ന് പറഞ്ഞു, വലിയ പെരുന്നാള്. നോമ്പുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ചെറു പെരുന്നാൾ എന്നും പറഞ്ഞു. ഇനി അതിന് തന്നെ പറയാറുണ്ട് ഈദുൽ അദ്ഹ എന്നും ഈദുൽ ഫിത്ർ എന്നും. ഈദുൽ അദ്ഹ എന്ന് പറഞ്ഞാൽ ബലി പെരുന്നാള്. നമ്മൾ ഉദ്ഹിയ്യത്ത് അറക്കുന്ന പെരുന്നാളായതുകൊണ്ട് ബലി പെരുന്നാൾ എന്ന അർത്ഥത്തിന് ഈദുൽ അദ്ഹ എന്ന് പറയും. അതേ സമയത്ത് നോമ്പ് അവസാനിപ്പിക്കുകയും ഫിത്ർ സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്ന പെരുന്നാളായതുകൊണ്ട് സക്കാത്തുൽ ഫിത്ർ എന്നും പറയും. ഏതായാലും രണ്ടും അതിന്റെ വഖത്ത് ബൈന തുലൂഇ ശംസിൻ, സൂര്യൻ ഉദിച്ചതിന്റെയും വസവാലിഹ, മധ്യത്തിൽ നിന്ന് തെറ്റുന്നതിന്റെയും ഇടക്കാണ്. കണ്ടോ? അപ്പൊ പറഞ്ഞൊന്നുമല്ല, ശരിക്കും മനഃപൂർവ്വം പറഞ്ഞ തന്നെ. അതായത് വഖത്ത് കടക്കുന്നത്, പെരുന്നാൾ നിസ്കാരത്തിന്റെ വഖത്ത് കടക്കുന്നത്, എന്നാലും നമ്മൾ ഇസ്റാത്ത് നിസ്കാരത്തിന്റെ വഖത്ത് പോലെ വഖത്ത് കടക്കുന്ന സൂര്യ ഉദയം കൊണ്ട് തന്നെ. ഉദിച്ചാൽ തന്നെ വഖത്ത് കടന്നു. ഇനി അത് ഏതുവരെ ഉണ്ടാവും? സൂര്യൻ മധ്യത്തിലെത്തുന്നത് വരെ ഉണ്ടാവും. അവിടെ നിന്ന് തെറ്റുമ്പോഴാണ് വഖത്ത് കളാകുക. എന്നാൽ മുഖ്താറായ വഖത്തോ? മുഖ്താറായ വഖത്ത് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിയുമ്പോഴാണ് മുഖ്താറായ വഖത്ത്. അപ്പോ നിഷ്കാരാക്കണ്ട. ഇവിടെ പൊതുവിൽ സൗദി അറേബ്യയിൽ ഷാഫി മദ്ഹബുകാരല്ലാത്ത ഇമാമിങ്ങളൊക്കെ സൂര്യൻ ഇങ്ങോട്ട് ഉദിച്ചെന്ന് വരുമ്പോ നിസ്കരിക്കും. സൂര്യ ഉദയം തന്നെ പൂർത്തിയാണ്ടാണ്. സൂര്യൻ ഉദിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വഖത്ത് പ്രവേശിക്കും. അപ്പൊ സൂര്യൻ ഉദിച്ച സെക്കൻഡുകൾക്കിടയിൽ തന്നെ ഇവിടെ ഇമാമുമാര് നിസ്കാരത്തിൽ പ്രവേശിക്കും. അപ്പൊ നമ്മളാളുകൾക്ക് ഭയങ്കര പൊറുതിയടാ, ഹൈ അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ? കറാഹത്തായ വഖത്തല്ലേ, 20 മിനിറ്റ് താമസിപ്പിക്കേണ്ട. ഈറ്റങ്ങളെ കഥ എന്താണ്? നമ്മളാൾക്കാർ അങ്ങനെയാണല്ലോ. നമ്മൾക്ക് മനസ്സിലാകാത്തതൊക്കെ തെറ്റാണ് അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? വഖത്ത് പ്രവേശിക്കൽ സൂര്യോദയത്തോടു കൂടി തന്നെ കഴിഞ്ഞു. അപ്പൊ തന്നെ നിസ്കരിച്ച നമസ്കാരം സയ്യാവും ചെയ്യും. അതിന് കുറ്റം പറയേണ്ടതൊന്നും ആവശ്യമില്ല. പക്ഷേ ഉത്തമം മുഖ്താറായ വഖത്ത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. സൂര്യ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞ്, അഥവാ നമ്മൾ ദുഹാ നിസ്കാരം സഹിയാവുന്ന, അതല്ലെങ്കിൽ ഇസ്റാഖ് നിസ്കാരത്തിന്റെ മുഖ്താറായ വഖത്താവുന്ന
സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആവുന്നത് വരെ മുതൽക്കാണ് ഉത്തമം. അതിന്റെ മുമ്പ് നിസ്കരിച്ചാൽ വഖത്ത് തന്നെയാണ്. അതിപ്പോ കണ്ടില്ല, ഇവിടെ നമ്മുടെ മൊത്തം മീനും അങ്ങനെ തന്നെ പറഞ്ഞത്, സൂര്യൻ ഉദിച്ചത് മുതൽക്ക് മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെ വഖത്താണ്. അപ്പൊ അവിടെ തന്നെ ആശയക്കാർ പറയുന്നത് ഉദിക്കാതെ ഉദിച്ച് പൂർത്തിയാവണ്ട, ഉദിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ പ്രവേശിക്കും വഖത്ത്. അപ്പൊ വഖത്തിന് മുഖ്താറായ വഖത്തിന് മുമ്പ് അവര് വഖത്ത് നിസ്കരിച്ചു, അപ്പൊ ഖറാഅത്തല്ലേ? അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. സാഹിബത്തുൽ വഖത്ത് മക്രൂഹായ വഖത്തിൽ ഖറാഅത്തില്ല. ഇപ്പൊ ഉദാഹരണം ഒരാൾ പറയാ സൂര്യൻ മഞ്ഞ നിറമായ സമയത്ത് നിസ്കാരം ഖറാഅത്താണ്, എന്നാ അസർ ഒരാൾ നിസ്കരിച്ചിട്ടില്ലായിരുന്നു, എന്നാ ആ സമയത്ത് ഖറാഅത്തുണ്ടോ? ഇല്ലല്ലോ. സാഹിബത്തുൽ വഖത്തിന് ഈ ഖറാഅത്ത് ബാധകമല്ല. അപ്പോ ഇശ്റാഖ് നിസ്കാരത്തിന്റെ വഖത്ത് സൂര്യൻ ഉദിച്ചത് മുതൽക്കാണെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച ഉടനെ തന്നെ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ഖറാഅത്തിൽ. എന്തുകൊണ്ട്? സാഹിബത്തുൽ വഖത്താണ്, ആ വഖത്തിലുള്ള നിസ്കാരമാണ്. അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരം സൂര്യൻ ഉദിക്കുന്നതോടുകൂടി പെരുന്നാൾ നിസ്കാരത്തിന്റെ വഖത്ത് കടന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഉദിച്ച ഉടനെ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ഖറാഅത്തായ വഖത്തല്ലേ എന്ന് ചോദിക്കേണ്ട. സാഹിബത്തുൽ വഖത്തിന് ഖറാഅത്ത് ബാധകമല്ല, അത് ആ വഖത്തിലുള്ള നിസ്കാരമാണ്. ആ വഖത്തിലുള്ള നിസ്കാരം ആ സമയത്ത് നിസ്കരിക്കാം. പക്ഷേ നല്ലത് അഫ്ളല് 20 മിനിറ്റ് താമസിപ്പിക്കണം. അത് പ്രത്യേകം മനസ്സിലാക്കാഞ്ഞാല് നമ്മളെ നാട്ടിലതൊന്നും പ്രശ്നമില്ല. കാരണം നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് മലബാറില് ഷാഫി മദ്ഹബുകാരല്ലാതെ ഇല്ല. തെക്കോട്ട് പോയാൽ കുറച്ചൊക്കെ ഹനഫി മദ്ഹബുണ്ട്, ചില ഭാഗത്ത് കൂടുതൽ ഹനഫികളുമാണ്, ഷാഫികളും ഉണ്ട്, വേറെ ആരും ഇല്ല. അതേ സമയത്ത് അറബി രാജ്യങ്ങൾ അങ്ങനെയല്ല, ലോകത്തിന്റെ തന്നെ ഒരു ചെറിയ കോപ്പികളാ. അപ്പൊ ഈ 4 മദ്ഹബും ഉണ്ട്, ഷിയാക്കളും ഉണ്ട്, അതിന്റെ പുറമെ ഒരു മദ്ഹബും ഇല്ലാത്ത മുബ്തദിഈങ്ങളും ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പലതും കാണുമ്പോ നമ്മൾ ബേജാറായ. അപ്പൊ നമ്മള് ബേജാറായി ഇങ്ങനെ കുറ്റം പറയാൻ നിൽക്കരുത്. വിവരമുള്ളവരോട് ചോദിക്കുക എന്താണത് അങ്ങനെ, അല്ലാതെ ഇങ്ങനെ കുറ്റം പറയുന്ന നടക്കുന്നതിൽ കാര്യമില്ല. അതിന്റെ പിന്നിലൊക്കെ ചിലപ്പോൾ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം ചെയ്യുന്നത്. ചെയ്ത ആൾക്ക് ചിലപ്പോൾ അറിഞ്ഞില്ല എന്ന് വരും, പക്ഷെ അവര് പാപ്പാർ മുതൽക്ക് ഇങ്ങനെ ചെയ്തു പോകുന്നത് പണ്ടത്തെ ആനിമീങ്ങൾ പറഞ്ഞും ചെയ്തും കാണിച്ചു കൊടുത്തുകൊണ്ടായിരിക്കും. ഇനി വയ്യ പെരുന്നാൾ നിസ്കാരം റക്കാത്താനി 2 റക്കാത്താവുന്നു എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ ചുരുങ്ങിയ കോലം സാധാരണ ദൂറിന്റെയൊക്കെ സുന്നത്ത് പോലെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ചെറിയ പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടുകൂടി, അല്ലെങ്കിൽ വലിയ പെരുന്നാൾ നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടുകൂടി ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും വെറും ദൂറിന്റെ സുന്നത്ത് പോലെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാലും പെരുന്നാൾ നിസ്കാരത്തിന്റെ കൂലി കിട്ടും. അതതിന്റെ ചുരുങ്ങിയ കോലമാണ്. എന്നാൽ പൂർണ്ണമായ കോലം എങ്ങനെയാണ്? അതിന് പ്രത്യേക രൂപമുണ്ടെന്നാ പറയുന്നത്. വയുക്കബ്ബിറു തക്ബീർ ചൊല്ലണം നദുബൻ സുന്നത്തായ നിലക്ക് ഫീ ഊരാറക്കത്തിൽ ഈദൈനി 2 പെരുന്നാൾ നിസ്കാരത്തിന്റെയും 2 റക്അത്ത് നിസ്കാരത്തിൽ നിന്നുള്ള ആദ്യത്തെ റക്അത്തിൽ. എളുപ്പം പറഞ്ഞതാ, പക്ഷെ നമുക്ക് അർത്ഥം വെക്കാൻ കുറച്ച് ഇടങ്ങേറാണ്. അതായത് ചെറിയ പെരുന്നാളിന്റെ 1-ാം റക്അത്തിലും വലിയ പെരുന്നാളിന്റെ 1-ാം റക്അത്തിലും അങ്ങനെ പറയാം. അപ്പൊ നമുക്ക് വേഗം മനസ്സിലാവുമല്ലോ. ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ 1-ാം റക്അത്തിലും വലിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ 1-ാം റക്അത്തിലും തക്ബീർ ചൊല്ലുക. ഇത് ഖളാ വീട്ടണ്ട, കാരണം വഖത്തുള്ള നിസ്കാരം ആയതുകൊണ്ട് ഖളാ വീട്ടൽ സുന്നത്തുണ്ട്. അതാ പറഞ്ഞത് വലോ മഖ്ദിയത്തൻ, ഖളാ വീട്ടുകയാണ്. പെരുന്നാൾ അറിഞ്ഞില്ല, അല്ലെങ്കിൽ അന്ന് നമുക്ക് നിസ്കരിക്കാൻ സൗകര്യപ്പെട്ടില്ല, എന്നാ പിറ്റേന്ന് നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ രാത്രി നിസ്കരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഖളാ വീട്ടുകയാണല്ലോ. അല്ലെങ്കിൽ ഉച്ചന്റെ ശേഷം നിസ്കരിക്കുകയാണല്ലോ, ളുഹറായ വഖത്ത് ഖളായല്ലോ. അങ്ങനെയൊക്കെ ഖളാ വീട്ടുകയാണെങ്കിലും എന്തുണ്ട്? തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. 1-ാമത്തെ റക്അത്തിൽ 5ഉം 2-ാമത്തേൽ 7 എന്ന് പറയും. ആ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അതിൽ ഔജുഹി ബലപ്പെട്ട അഭിപ്രായ പ്രകാരം. എന്നാൽ അവിടെ വജുണ്ട്, ഖളാ വീട്ടുമ്പം എന്തു വേണ്ട? ഈ 7ഉം 5ഉം തക്ബീർ ചൊല്ലണ്ട. കാരണം എന്താ? അവര് മനസ്സിലാക്കിയത്, ആ ഖൗലിന്റെ അയലുകാര് പറയുന്നത് ഇത് ആ വഖത്തിന്റെ ഷിയാറ, അടയാളം എന്നർത്ഥം. ആ വഖത്തിന്റെ ഷിയാറാണ്. അപ്പൊ വഖത്തിൽ നിർവഹിക്കുമ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേക ചിഹ്നമായിട്ടാണ് അതുള്ളത്. അത് ആ വഖത്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അതേ സമയത്ത് പെരുന്നാൾ നിസ്കാരത്തിന്റെ ഷിയാറാണ് എന്നതാണ് മുഹത്തമത്. പെരുന്നാൾ നിസ്കാരത്തിന്റെ ഷിയാറാണെങ്കിൽ അതായാലും അതായാലും ഒക്കെ പെരുന്നാൾ നിസ്കാരമാണല്ലോ. അപ്പോ വഖത്തിന്റെ ഷിയാറല്ല, നിസ്കാരത്തിന്റെ ഷിയാറാണ് എന്നതാണ് മുഹത്തമത്. അതുകൊണ്ട് ഖളാ വീട്ടുമ്പോഴും ചെല്ലൽ സുന്നത്തുണ്ട്. എപ്പോഴാണ് തക്ബീർ ഇടേണ്ടത്? ബഅദ ഇഫ്തിതാഹിൻ, ദുആഉൽ ഇഫ്തിതാഹി അഥവാ വജ്ജത്തു ഓതിയതിനു ശേഷം തക്ബീർ ചൊല്ലുക. 7 വട്ടം തക്ബീർ ഇല്ല, 7 തക്ബീർ.
ഒന്നായിട്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയാനല്ല സുന്നത്ത്. ഓരോന്നും മുറിച്ച് മുറിച്ച് പറയും. 7 വട്ടം അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുക. അതൊക്കെ വളരെ ചുരുക്കിയാ പറഞ്ഞ്. ഓരോ പ്രാവശ്യവും തക്ബീർ ചൊല്ലുമ്പോൾ കൈ രണ്ടും ചുമരിന്റെ നേരെ ഉയർത്തി എന്നിട്ട് താഴ്ത്തി നെഞ്ഞിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ വെച്ച് വലത് കൈ കൊണ്ട് ഇടത് കൈയിന്റെ മണിബന്ധം പിടിക്കുക ഓരോ തക്ബീറിനും. അതൊക്കെ പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്നതായതുകൊണ്ട് അറിയാം എന്നതുകൊണ്ട് വിശദീകരിക്കാതിരിക്കുകയാണ്. അങ്ങനെയാണ് ഷാഫി മദ്ഹബ്. എന്നാൽ ഹനഫി മദ്ഹബിൽ കൈ ഉയർത്തിക്കെട്ടൽ കറാഹത്താണ്. തന്നെയല്ല, തുടർച്ചയാൽ നിസ്കാരം തന്നെ ബാത്തിലാവും എന്നാണ് അവരുടെ അഭിപ്രായം. അവരെങ്ങനെ ചെല്ലുള്ളൂ, കൈ ഉയർത്തിക്കെട്ടൂല. നിങ്ങൾ നോക്കേണ്ടി, ഹനഫികളെ വരുന്ന ആൾക്കാരുടെ പോയ അള്ളാഹു അക്ബർ ചെല്ലല്ലാതെ കൈ ഉയർത്തൂല. പിന്നെ ഓരോ തക്ബീറിന്റെയും തക്ബീർ ഒച്ചത്തിൽ ചെല്ലൽ സുന്നത്തുണ്ട്. ഇമാമിനും ഒച്ചത്തിൽ ചെല്ലൽ സുന്നത്തുണ്ട്, മൗമൂമിനും ഒച്ചത്തിൽ ചെല്ലൽ സുന്നത്തുണ്ട്. ഒറ്റക്ക് സ്കരിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ഒച്ചത്തിലല്ല. എന്നാൽ ഈ 2 തക്ബീറിന്റെയും ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്താണ്. കൂട്ടത്തിൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നുകൂടി കൂട്ടിയാൽ ഫഹസനുൻ, അതും നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഫത്തുൽ മീൻ പറയുന്നില്ല. ഫത്തുൽ മീൻ ഇങ്ങനെ 2 വരിയെ പറഞ്ഞാണ് പോയിക്കാണ്. പിന്നെ നമുക്കൊക്കെ എപ്പോഴും കിട്ടുന്നതാണല്ലോ. അവിടെയൊക്കെ വളരെ വിശദമായി തന്നെ ആവശ്യമായ വിശദീകരണത്തോടു കൂടി ബാവസ്താദ് ഏറി പറഞ്ഞതിന് നമ്മളെ ഹുലാസയെ പറഞ്ഞു. ആ ഓതിയ നമ്മൾക്ക് പിന്നെ ഇപ്പൊ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ ഓതിയ കൂട്ടത്തിലില്ലാത്ത ചില പുതിയ ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് പറയാം. അവിടെ തന്നെ അള്ളാഹു അക്ബർ എന്ന തക്ബീർ ഇമാമും മൗമൂമും ഒറ്റക്ക് സ്കരിക്കുന്നതും ഒക്കെ ജഹ്റാക്കലാണ് സുന്നത്ത്. എന്നാൽ ഇടക്കുള്ള തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നോ കൂട്ടത്തിൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നും കൂടിയോ പറയേണ്ടത് സിറായിട്ടാണ് പറയേണ്ടത്. അത് പക്ഷേ ചില ആളുകൾ ഈ തക്ബീർ ചൊല്ലുന്നതിൽ തന്നെ ഉറക്ക ചൊല്ലും. അത് പാടില്ല. അത് ഇമാമും ഉറക്ക ചെല്ലാൻ പാടില്ല, മൗമൂമും ഉറക്ക ചെല്ലാൻ പാടില്ല, ഒറ്റക്ക് സ്കരിക്കുന്നവന് ഉറക്ക ചെല്ലാൻ പാടില്ല. പാടില്ലാതെ ഹറാം എന്നുള്ള അർത്ഥത്തിലല്ല, അത് സുന്നത്തിന്റെ മാറ്റമാണ്. അതുകൊണ്ട് ഖിലാഫുൽ ഔലി എങ്കിലും വരും. അപ്പൊ അല്ലാഹു അക്ബർ എന്നത് ജഹറാക്കി പറയാ എല്ലാരും. ഈ ഇടക്കുള്ള തസ്ബീഹ് എല്ലാവരും സിറാക്കി പറയാ. തസ്ബീഹിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നും കൂടി കൂട്ടിയാൽ നല്ലതും ആണ്. ഇനി ഈ തക്ബീറും ഈ ഇടക്ക് ചെല്ലുന്ന തസ്ബീഹും ഒക്കെ ഹൈആത്ത് സുന്നത്താണ്. അത് നഷ്ടപ്പെട്ടു പോയി എന്നതുകൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. തന്നെയല്ല, സഹ്വിന്റെ സുജൂദ് ചെയ്ത് പരിഹരിക്കേണ്ട സുന്നത്തല്ല താനും. അഊദ് ഓതും പോലെ റുക്കൂലും സുജൂദിനും ഒക്കെ സുബ്ഹാന റബ്ബിയൽ അസീം സുബ്ഹാന റബ്ബിയൽ അഅ്ല പറയും പോലെയുള്ള ഒരു ഹൈആത്ത് സുന്നത്താണ്. ചെയ്താൽ വളരെ നല്ലതാണ്. ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരം സഹിയാവും. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ദുഹൂറിന്റെ സുന്നത്ത് പോലെ വെറും 2 റക്അത്ത് പെരുന്നാൾ നിസ്കരിക്കുന്നു, ചെറിയ പെരുന്നാൾ നിസ്കരിക്കുന്നു എന്നോ വലിയ പെരുന്നാൾ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി നിസ്കരിച്ചാൽ തന്നെ പെരുന്നാൾ നിസ്കാരം ആവും എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഈ തക്ബീറും ഇടക്കുള്ള ഈ തസ്ബീഹും ഒക്കെ ചെല്ലൽ അതിന്റെ പൂർണ്ണരൂപാണ്, സുന്നത്താണ്. വഫിസാനിയത്തി, 2ാമത്തെ റക്അത്തിൽ തക്ബീർ സുന്നത്താണ്. ഹംസൻ, 5 പ്രാവശ്യം. ഏത്? ഈ സുജൂദിൽ നിന്നിട്ട് നൃത്തത്തിലേക്ക് വന്ന തക്ബീർ അല്ലാതെ 5 തക്ബീർ. എപ്പോഴാവുന്നുണ്ട്? ഖബല തഅവൂദ്, അഊദിന് മുമ്പ്. അപ്പോ 1ാം റക്അത്തിൽ വജ്ജത്തുവിന്റെ ശേഷം അഊദ് ഓതുന്നതിന് മുമ്പ്. 2ാമത്തെ റക്അത്തിൽ പിന്നെ വജ്ജത്തു ഇല്ലല്ലോ. അതുകൊണ്ട് നൃത്തത്തിൽ നിന്നിട്ട് സുജൂദിൽ നിന്നിട്ട് നൃത്തത്തിലേക്ക് വരുന്ന തക്ബീറിന് ശേഷം അഊദ് ഓതുന്നതിന് മുമ്പാണ് എന്ത് ചെല്ലേണ്ടത്? ഈ തക്ബീർ ചെല്ലേണ്ട സുന്നത്ത്. എന്നാ ഒരാളങ്ങോട്ട് ഔദ് ഓതിപ്പോയി, ഇനി പതിച്ച് വിളിച്ചു വയ്ക്കാൻ നിൽക്കണ്ട, ഒരാളാണ് അങ്ങോട്ട് ഓതിപ്പോയി, എന്നാൽ അതിന്റെ മഹല്ല് നഷ്ടപ്പെടുന്നില്ല. അവന് 2ാമത് തക്ബീർ ചൊല്ലാം, കുഴപ്പമൊന്നുമില്ല. എന്നാ ഓതാൻ തുടങ്ങിയാലോ? ഫാത്തിഹ തുടങ്ങി,
എന്നാൽ പിന്നീട് അതിന്റെ മഹല്ല് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഫാത്തിഹ ബിസ്മി തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുറിച്ചുകൊണ്ട് തക്ബീറിലേക്ക് വരൽ നല്ലതല്ല. ഹറാമൊന്നുമില്ല, പക്ഷേ സുന്നത്ത് മഹല്ല് നഷ്ടപ്പെട്ടത് കൊണ്ട് സുന്നത്ത് കിട്ടൂല. ഒരാള് ഫാത്തിഹ തുടങ്ങിയതിന് ശേഷം തന്നെ മുറിച്ചു വന്ന് തക്ബീർ ചൊല്ലി രണ്ടാമത് ഫാത്തിഹ ഓതി, അല്ലെങ്കിൽ ഫാത്തിഹയും സൂറത്തും ഓതി കഴിഞ്ഞതിന് ശേഷം തക്ബീർ ചൊല്ലി, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, ഖിയാമ് എന്നത് മൊത്തത്തിൽ അതിന്റെ സ്ഥാനം തന്നെയാണ്. ഫിൽ ജുംല എന്ന് പറയും, ഫിൽ ജുംല അതിന്റെ മഹല്ല് തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സുന്നത്ത് കിട്ടണമെങ്കിൽ ബിസ്മി തുടങ്ങുന്നതിന്റെ മുമ്പ് ആയിരിക്കണം, എന്നല്ല അഊദുവിന്റെ മുമ്പ് തന്നെ ആയിരിക്കണം. അതാണ് ശരിയായ സുന്നത്ത്. ശരി, ഇവിടെ ഭയങ്കര കുഴപ്പമുണ്ടായതിന് മുമ്പ് നമ്മൾ അടുത്തൊരിക്കൽ ഒരു ഉസ്താദ് പെരുന്നാൾ നിസ്കാരം കൊല്ലത്തിന് 2 വട്ടല്ലേ ഉള്ളൂ. അങ്ങനെ ഈ ഉസ്താദ് പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീർ കെട്ടി വജ്ജത്ത് ഓതി കഴിഞ്ഞ് ഓർമ്മയില്ലാതെ ബിസ്മി അങ്ങോട്ട് ചൊല്ലി. അപ്പോക്ക് മൂപ്പർക്ക് ഓർമ്മ വന്ന് പിന്നെ അവിടെ പ്രശ്നമായി. അങ്ങനെ എന്താക്കി, മൂപ്പര് ഈ തക്ബീർ ചെല്ലാതെ പോയ നാട്ടിലാകെ പ്രശ്നമാവും. തക്ബീർ ചൊല്ലിയാലോ വരുന്നോടത്ത് വരട്ടെ എന്നുള്ള ആൾക്ക് മൂപ്പര് 2 തക്ബീർ ചൊല്ലി, 7 തക്ബീറും ചൊല്ലി, രണ്ടാമത് ഫാത്തിഹ ഓതി സൂറത്തും ഓതി നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം മൗലവിമാര് തന്നെ 2 കൗല്. ഒരു കൗല് എന്താ പറയുന്നത്, നിസ്കാരം തന്നെ ബാത്തിലാണ്. ഇത് നടന്ന കാര്യം നമ്മളടുത്ത് കൊണ്ടോട്ടിയടുത്തൊരു പ്രദേശത്ത് നിസ്കാരം തന്നെ ബാത്തിലാണ്. രണ്ടാമത് മടക്കിക്കരിക്കണം മൗലവിമാരാ പറയുന്നത് കേട്ടോ. വേറൊരു കൂട്ടർ പറഞ്ഞു നിസ്കാരം ബാത്തിലാവൊന്നുമില്ല, പക്ഷെ ചെയ്തത് കടുത്ത ഹറാമാണ്. നമ്മളെ നാട്ടിൽ നടന്ന സംഭവമാണ്. നാട്ടിൽ പറഞ്ഞാൽ ഞങ്ങളെ കീച്ചീരി അല്ലട്ടാ, എന്നാലും നമ്മളെ പരിസരത്ത് തന്നെയാണത്. എന്നാ ഈ 2 കൗമ് പറഞ്ഞതും തെറ്റാ. ഫീം കൗലാനിയല്ല, 2 കൗലും ബാത്തിലാണ്. അതാണ് ശരി. മൗലിയാരെ നിക്കാരം ബാത്തിലായി എന്ന് പറഞ്ഞ കൗലും തെറ്റാണ്, ചെയ്തത് ഹറാമാണെന്ന് പറഞ്ഞ കൗലും തെറ്റാണ്. പക്ഷേ സുന്നത്തിന് അല്ല. കാരണം എന്തുകൊണ്ട്, ബിസ്മി ഓതലോടുകൂടി ഖിറാഅത്തിൽ പ്രവേശിച്ചല്ലോ. അപ്പൊ അതിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ട് സുന്നത്തിന്റെ കൂലിട്ടൂല. എന്നാലും ഹറാമൂല്ല, ബാത്തിലാവൂല്ല, ഒന്നുമില്ല. അങ്ങോട്ട് പറയന്നെ, ഒരു ഫത്വൽ മുബീൻ എന്നെങ്കിലും എടുത്തു നോക്കിയിട്ട് ആ യാനത്തെങ്കിലും ഒന്ന് മുത്താല ചെയ്തിട്ട് ഫത്വ പറഞ്ഞാ പോരെ. ആർക്കും ഒന്നിനും ഒഴിവില്ല. അതാപ്പൊ പ്രശ്നം. എന്നാ ഉണ്ടാവുന്നൂടെ? ഉണ്ടാകുന്നാ പിന്നെ നാട്ടിന് മോചാരോട്ടാവൂല്ലല്ലോ. ഇതെന്തെങ്കിലും പറയും വേണം. എന്നാ പറയുന്ന ഏതെങ്കിലും ഒരു കിതാബിൽ നോക്കിയിട്ട് ഇന്ന കിതാബിൽ ഇങ്ങനെ പറഞ്ഞത്, അതിനൊന്നും ആർക്കും ഒഴിവില്ല. ഇതാണ് ഇപ്പൊ പ്രശ്നം. ആട്ടെ, അങ്ങനെ നടന്ന സംഭവം ആയതുകൊണ്ട് ഉണർത്തി എന്ന് മാത്രം. അപ്പൊ എന്തേ പറഞ്ഞു, എപ്പോഴാണ് ഖബ്ല തഅവൂദ് ഫീഹിമ എന്ന് പറഞ്ഞാൽ 1-ാം റക്അത്തിലാണെങ്കിലും 2-ാം റക്അത്തിലാണെങ്കിലും ഫാത്തിഹയുടെ ആമുഖമായ അഊദുവിന്റെ മുമ്പാണ് അതിന്റെ ശരിയായ സുന്നത്തായ സമയം എന്ന് വെച്ച് അഊദ് ഓതിയത് കൊണ്ട് അതിന്റെ മഹല്ല് നഷ്ടപ്പെടുന്നില്ല. റാഫിയയുടെ ഈ 2 കൈ ഉയർത്തിക്കെട്ടണം മാകുല്ലി തക്ബീറത്തിന്റെ അല്ല, ഓരോ തക്ബീറിന്റെയും കൂടെ. പക്ഷേ എപ്പോഴാണ് മാലമിശ്രാഫി ഖിറാഅത്തിൻ ഓത്തിൽ പ്രവേശിക്കാത്തോടത്തോളം. ഓത്തിൽ പ്രവേശിച്ചാലോ അയ്യുസന്നു തക്ബീർ മാലമിശ്രാഫിൽ ഖിറാഅത്തി. അപ്പൊ അഊദ് ഓതിയാൽ പോലും സുന്നത്ത് നഷ്ടപ്പെടുന്നില്ല, കമാലിയത്തെ നഷ്ടപ്പെടുന്നുള്ളൂ എന്നാ. فلو تعوذ قبل التكبير ولو عمدا كبر بعده ولا يفوت بالتعوذ. അതൊക്കെ നോക്കി വെച്ചോളി. അതായത് അഊദ് ഓതുന്നതിന് മുമ്പാണ് ശരിയായ കാമിലായ സുന്നത്ത്. ഫലോ തഅവ്വദ ഖബ്ല തക്ബീരി, തക്ബീർ ഇല്ലുന്നതിന് മുമ്പ് ഒരാൾ അഊദ് ഓതിപ്പോയി, വലോ അംദൻ കൽപ്പിച്ചൂട്ടി തന്നെയാണ് ഓതിയതെങ്കിൽ പോലും കബ്ബറ ബഅദഹു അഊദ് ഓതിയതിനു ശേഷം തക്ബീർ ചൊല്ലാം. വലാ യഫൂതു ബിത്തഅവൂദി, അഊദ് ഓതുന്നതുകൊണ്ട് തക്ബീർ ചൊല്ലുന്ന സുന്നത്ത് നഷ്ടപ്പെടൂലാന്ന്.
എന്നാ ബിസ്മി ഇല്ലാലോ മാലമിശ്രയറിന്റെ യുസന്നു തക്ബീർ മാലമിശ്രയ ഫിൽ ഖിറാഅത്തി. ഓതാൻ തുടങ്ങിയാൽ തന്നെ ബിസ്മി കൊണ്ടാണല്ലോ ഓതാൻ തുടങ്ങുന്നത് ഫാത്തിഹ. അതിന് മുമ്പാണ് സുന്നത്ത്. ഫൈൻ ഷറാഫിയ ഓത്ത് തുടങ്ങിയാലോ ഖബല തക്ബീറാത്തി, ഈ തക്ബീറുകൾ ചൊല്ലുന്നതിന് മുമ്പ് ഒന്നാമത്തെ റക്അത്തിലെ 7, രണ്ടാമത്തെ റക്അത്തിലെ 5 തക്ബീറിന്റെ മുമ്പ് ഓത്തിന് തുടങ്ങി പോയാലോ ഫൈൻ കാനത്ത് തിൽക്കൽ ഖിറാഅത്തു തഅവ്വുദു ഔ സൂറു, സൂറത്ത് ആണെങ്കിൽ ഫാത്തിഹന് മുമ്പ് ഒരാൾ സൂറത്താണ് മതി, അല്ലെങ്കിൽ അഊദ് മതി. ലം തഫുത്ത് അതുകൊണ്ട് സുന്നത്ത് നഷ്ടപ്പെടൂല. വൈകാലത്തിൽ ഫാത്തിഹത്തെ ഫാത്തിഹയാണ് തുടങ്ങിയത് എന്നാലോ ഫാത്തത്ത് സുന്നത്ത് നഷ്ടപ്പെടും. തക്ബീറിന്റെ സ്ഥലം നഷ്ടപ്പെട്ടു. ഫലായുസുന്നുൽ ഔദു ഇലയ്യ, ഫാത്തിഹ തുടങ്ങിയാൽ പിന്നെ തക്ബീറിലേക്ക് മടങ്ങൽ സുന്നത്തില്ല. ഇനി മടങ്ങിയാലോ ഫൈനാദ ഇലയ്ഹ, ഇങ്ങോട്ട് മടങ്ങി കബല റുക്കോയി, റുക്കുവിന്റെ മുമ്പ് ഫാത്തിഹ ഓതി എന്നിട്ട് റുക്കോയി ചെയ്യുന്നതിന് മുമ്പ് എന്താക്കി തക്ബീർ ചൊല്ലിയാൽ ആമിദൻ ആരിമൻ മനഃപൂർവ്വം കൽപ്പിച്ചൂട്ടിയാണ് ചൊല്ലിയാലും ലാസബത്തുൽ സ്വലാത്തുഹു കാരംഭാവത്തിലാവൂല. കാരണം ഫിൽ ജുംല മഹല്ലാണ്. അതേ സമയത്ത് ഔബാദ റുക്കുവിൽ എത്തിയതിന്റെ ശേഷം തക്ബീർ ചൊല്ലിയിട്ടില്ല എന്നുള്ള ഓർമ്മയുടെ ശേഷം രണ്ടാമത് ബിയാനർത്ഥവ എത്തിയ നിസ്കാരം ഈ തക്ബീർ എല്ലാം വേണ്ടിയിട്ട് റുക്കുവിൽ നൃത്തത്തിലേക്ക് വന്നാൽ ബത്തലത്ത് സ്വലാത്തുഹു. അങ്ങനെ നിസ്കാരത്തിന്റെ നെറുമിന് തകരാറ് വന്നു എന്നുള്ള അത്രയിപ്പ ആ വിഷയമുള്ളൂ. എന്നിട്ട് വച്ചും വിളിയാക്കിയിട്ട് ഒരു പള്ളിക്കര മോലിയാരെ കഞ്ഞി മുടക്കല്ല വേണ്ടിയ അതുണ്ടായി ആ പോരെ. അപ്പോ അഴുത് ഓതുന്നതിന് മുമ്പാണ് കാമിലായ സുന്നത്ത്. അഴുത് ഓതിപ്പോയാലും സുന്നത്ത് നഷ്ടപ്പെടില്ല, പക്ഷെ കമാലിയത്ത് നഷ്ടപ്പെടും. ബിസ്മി ഓതി ഫാത്തിഹയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് പൂർണ്ണമായി നഷ്ടപ്പെടും. സുന്നത്ത് പൂർണ്ണമായി നഷ്ടപ്പെട്ടാലും ഹറാമൊന്നും വരൂല. പിന്നെ വലായതദാറക്കൂ, എന്നാൽ ഒന്നാമത്തെ റക്അത്തിൽ നഷ്ടപ്പെട്ടതായിരിക്കുന്ന തക്ബീറിനെ വീണ്ടെടുത്ത് പരിഹരിക്കേണ്ടതില്ല ഫിസ്സാനിയത്തി, രണ്ടാമത്തെ റക്അത്തിൽ എപ്പം ഇൻ തറക്കവു ഫിൽ ഉല, ഒന്നാമത്തെ റക്അത്തിൽ ഈ തക്ബീറുകളെ ഒരാൾ ഉപേക്ഷിച്ചു, മറന്നുകൊണ്ടോ മറ്റോ ഉപേക്ഷിച്ചു, എന്നാൽ രണ്ടാമത്തെ റക്അത്തിൽ അതിനെ തദാറുക്ക് ചെയ്യേണ്ടത് സുന്നത്തില്ല. എന്നാൽ ഇമാം റംലി തങ്ങൾ പറയുന്ന ഔ സുന്നത്തുണ്ട് എന്നാ. ശരിയല്ലേ? ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അങ്ങോട്ട് പറയല്ല. ഒരായുത്തദാറക്കൂന്ന എന്നിട്ട് അവിടെ തന്നെ പറയുന്നുണ്ട് ആദാമ وجزم الرملي على سنية تداركها في الثانية مع تكبيرها قياسا على قراءة الجمعة في الركعة الأولى من صلاة الجمعة فإنه إذا تركها فيها سن له أن يقرأها في الثانية مع المنافقين. ജുമാസ്കരിക്കുമ്പോ ഒന്നാമത്തെ റക്അത്തിലെ സൂറത്ത് ഓതാൻ മറന്നുപോയാൽ രണ്ടാമത്തെ റക്അത്തിലെ സൂറത്ത് ഓതുക, ഒന്നാമത്തെ റക്അത്തിലെ സൂറത്ത് മുതൽ സുന്നത്തുണ്ടല്ലോ എന്നതുപോലെ പെരുന്നാൾ നിസ്കാരത്തിന്റെ ഒന്നാം റക്അത്തിൽ തക്ബീർ ചൊല്ലാൻ മറന്നുപോയി, എന്നാൽ രണ്ടാം റക്അത്തിൽ ആദ്യത്തെ റക്അത്തിലെ 7 രണ്ടാമത്തെ റക്അത്തിലെ 5 ചൊല്ലൽ സുന്നത്ത് തന്നെ ഉണ്ട് എന്നാണ് ഇമാം റംലി റഹ്മത്തുള്ളാഹി പറയുന്നത്. ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ പറയാം അത് വേണ്ട, രണ്ടാമത്തെ റക്അത്തിലെ സുന്നത്തില്ല. ഇനി ഒരാൾ ചൊല്ലുക തെറ്റാണെന്നുള്ള അർത്ഥം ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങളും പറഞ്ഞിട്ടില്ല, സുന്നത്തില്ല എന്നാ പറഞ്ഞത്. സുന്നത്തില്ല എന്നത് കൊണ്ട് ദിക്റല്ലേ, തെറ്റൊന്നുമില്ല. എന്നാൽ ഇമാം റംലി തങ്ങൾ പറയുന്നത് സുന്നത്ത് തന്നെയാണ്. എന്താ സൂറത്ത് സുന്നത്താണെന്നതുപോലെ ആ സൂറത്തിനോട് ഖിയാസാക്കിയിട്ട് ഈ തക്ബീറത്തും സുന്നത്ത് തന്നെയാണ്, മറന്നാൽ രണ്ടാമത്തെ റക്അത്തിൽ അത് പരിഹരിക്കാം എന്ന്. ഇനി വഫീ ലൈലത്തിഹിമാ, ചെറിയ പെരുന്നാളിന്റെ രാത്രിയിലും വലിയ പെരുന്നാളിന്റെ രാത്രിയിലും സുന്നത്താക്കപ്പെടും തക്ബീർ മിൻ ഉറൂബി ഷംസി, സൂര്യൻ അസ്തമിച്ചോടം മുതൽ തുടങ്ങിയിട്ട് ഏതുവരെ ഇലാ യുഹ്രിമൽ ഇമാമു, ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് വരെ. പെരുന്നാൾ നിസ്കാരത്തിന് ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് വരെ ജനങ്ങൾക്ക് തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അതിന് മുർസലത്തായ തക്ബീർ എന്നാ പറയാം. അത് ചെറിയ പെരുന്നാളിനും ഉണ്ട്, വലിയ പെരുന്നാളിനും ഉണ്ട്. അതായത് സൂര്യൻ അസ്തമിച്ച് പെരുന്നാൾ മാസം കണ്ട് അല്ലെങ്കിൽ 30 റമദാൻ തികഞ്ഞാൽ അവിടെ മുതൽ തുടങ്ങിയിട്ട് പെരുന്നാൾ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെ ആ രാത്രി മുഴുവനും രാവിലെ നിസ്കാരം വരെയും ഇടതടവില്ലാതെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അതെന്നെ എങ്ങനെ മാറഫ സൗത്തിൻ, പുരുഷന്മാരാണെങ്കിൽ ശബ്ദം ഉയർത്തിക്കൊണ്ട് തന്നെ
ഇത് ചെറിയ പെരുന്നാളിനും ഉണ്ട്, വലിയ പെരുന്നാളിനും ഉണ്ട്. മുർസൽ പെരുന്നാളിനുള്ളൂ. അതുകൊണ്ട് തന്നെ നിസ്കരിച്ചു കഴിഞ്ഞാൽ തക്ബീർ ചൊല്ലിനതിന് ചെറിയ പെരുന്നാളിന്റെ അവിടെയും വലിയ പെരുന്നാളിന്റെ അവിടെയും വ്യത്യാസമുണ്ട്. അതായത് മഗ്‌രിബ് മുതൽ തുടങ്ങുമല്ലോ. അപ്പോ ചെറിയ പെരുന്നാളിന്റെ മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ സാധാരണ എല്ലാ ദിക്റുകളും ചൊല്ലി കഴിഞ്ഞതിന് ശേഷമാണ് തക്ബീർ ചൊല്ലേണ്ടത്. കാരണം അവിടെ നിസ്കാരവുമായി കൈതില്ലാത്ത മുർസലത്തായ തക്ബീറാണ്. ഇശാന്റെ ശേഷം അങ്ങനെ തന്നെ, സുബഹിന്റെ ശേഷം അങ്ങനെ തന്നെ, മറ്റു നിസ്കാരങ്ങൾ ആ സമയത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ശേഷം അങ്ങനെ തന്നെ. നിസ്കാരത്തിന് ശേഷം എന്നതിലേക്ക് പ്രത്യേക തക്ബീർ ഇല്ലാത്തത് കൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശേഷമുള്ള സാധാരണ സുന്നത്തുകൾക്ക് ശേഷമാണ് ചെല്ലേണ്ടത്. എന്നാൽ വലിയ പെരുന്നാളിന് അങ്ങനെയല്ല. വലിയ പെരുന്നാളിന് മുഖയ്യദത്തായ തക്ബീർ എന്ന് പറഞ്ഞിട്ട് വേറൊരു തക്ബീർ ഉണ്ട്. അത് നിസ്കാരത്തിന്റെ ഉടനെയാണ് വേണ്ടത്. അപ്പൊ നിസ്കരിച്ച് സലാം വീട്ടിയാൽ ആ തക്ബീർ ചൊല്ലിയതിനു ശേഷമാണ് സാധാരണ റാത്തിബായിരിക്കുന്ന ദിക്റുകളൊക്കെ ചൊല്ലേണ്ടത്. അതിനെപ്പറ്റിയാ പറയുന്നത്. വഅഖിബ കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. വലൗ ജനാസത്തിൻ, നിസ്കാരം എന്ന് പറഞ്ഞാൽ റുകൂഉം സുജൂദും ഒന്നും ഇല്ലാത്ത മയ്യിത്ത് നിസ്കാരാണെങ്കിൽ പോലും അതിന്റെ ശേഷവും നിസ്കരിച്ച ഉടനെ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. എവിടെ മുതൽ? മിൻ സുബ്ഹി അറഫത്ത, ദുൽഹജ്ജ് 9 സുബ്ഹി മുതൽ. അറഫ ദിവസത്തോ സുബ്ഹി മുതൽ നല്ലട്ടോ അർത്ഥം വെക്കേണ്ട ആരൂരെ അങ്ങനെ അർത്ഥം വെച്ചുകാണ്ട് കൊടുങ്ങണ്ട. അറഫ ദിവസം എന്ന് പറഞ്ഞാൽ മക്കത്തെ ഹാജിമാരെ അറഫയിൽ നിൽക്കുന്ന അവസ്ഥ നമ്മളവിടെ അന്ന് 8 ആയിട്ടുണ്ടാവുള്ളൂ. അന്ന് മുതൽക്ക് ഇവിടെ തക്ബീർ ഇല്ലല്ല. ഓരോ പ്രദേശത്തും ലോകത്ത് എവിടെയാണോ ഒരു മുസ്ലിം ജീവിക്കുന്നത്, താൻ ജീവിക്കുന്ന നാട്ടിൽ ദുൽഹജ്ജ് 9 എപ്പോഴാണോ അന്നത്തെ സുബഹി മുതൽ. അത് ചിലപ്പോ അന്ന് പെരുന്നാളേക്കാരം ഇവിടെ മക്കത്ത്. അതല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് 8 ആയിട്ടുണ്ടാവുള്ളൂ. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ താമസിക്കുന്ന നാട്ടില് ദുൽഹജ്ജ് 9 എന്നാണോ അതിനാണ് ഈ അറഫ ദിവസം എന്ന് പറയുന്നത്. അപ്പോ അറഫയിൽ ആൾക്കുന്ന ദിവസം എന്നല്ല, താൻ താമസിക്കുന്ന നാട്ടില് ദുൽഹജ്ജ് 9 ആകുന്ന ദിവസം സുബഹി മുതൽക്ക് എവിടം വരെ? ഇലാ അസ്രി ആഖിരി അയ്യാമു തശ്രീഖ്, അയ്യാമു തശ്രീഖിന്റെ അവസാന ദിവസത്തെ അസർ വരെ എന്നല്ല, ഉറൂബ് വരെന്ന്. അസറിന്റെ വക്ത് കഴിയുന്നത് വരെ എന്നാണ് അതിന്റെ അർത്ഥം. അസർ നിസ്കരിക്കുന്നത് വരെ എന്നല്ല. അവിടെയും തന്നെ ഇതിങ്ങനെ ഉള്ളിക്കിറങ്ങിയാലേ പല മസ്അലകളിലും ഇമാം റംലി തങ്ങളും ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളും തമ്മിൽ ഖിലാഫ് കാണും. അതിൽ ഫത്ഹുൽ മുഈനിൽ 99% ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ്ടാകുക. നേരെ മറിച്ച് നിഹായത്തുൽ സൈനിൽ അവിടെയൊക്കെ ഇമാം റംലി തങ്ങളെ പിന്തുണച്ചുകൊണ്ടുമാണ് കാണുക. കാരണം അവര് ആ തരീഖിന്റെ ആളുകളാണ്. നമ്മള് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ തരീഖിന്റെ ആളുകളാണ്. അതാണ് വ്യത്യാസം. അപ്പൊ നമുക്ക് അസർ നിസ്കരിക്കുള്ളൂ. അസർ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റു നിസ്കാരങ്ങളില്ലല്ലോ. അപ്പൊ അസർ നിസ്കരിച്ചു കഴിഞ്ഞാൽ തക്ബീർ കഴിഞ്ഞാൽ കഴിഞ്ഞു. അതാണ് ഈ തക്ബീറുകൾ. പക്ഷേ സലാം വീട്ടിയ ഉടനെയാണ് വേണ്ടത്. ഈ മുഖയ്യദത്തായ തക്ബീർ എവിടെ ഇല്ല? ചെറിയ പെരുന്നാളിന്റെ ഇല്ല. അതുകൊണ്ട് അവിടെ റാത്തിബത്തായ ദിക്ർ ദുആകളുടെ ഒക്കെ ശേഷമാണ് തക്ബീർ ചൊല്ലേണ്ടത്. ഇവിടെ റാത്തിബത്തായ ദിക്ർ ദുആകളുടെ മുമ്പാണ് ചൊല്ലേണ്ടത്. എന്നാൽ ആജിമാർക്ക് ഇതല്ല നിയമം. ആജിമാരുടെ നിയമം, അവര് അറഫ ദിവസത്തെ അവര് ഇഹ്റാമിലാണ്. അന്ന് തൽബിയത്താ അവര് ചെല്ലുന്നത്. അവർക്ക് തക്ബീറില്ല. 10ന്റെ അന്ന് ളുഹ്ർ വഖത്തോട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഹാജിമാർക്ക് തക്ബീറിന്റെ സമയം കിടക്കുന്നത്. കാരണം അന്ന് രാവിലെ മുതൽക്ക് കല്ലെറിഞ്ഞ ഒരു തഹല്ലുലായല്ലോ, 1ാം തഹല്ലുലായി. ഇനി മുഖയ്യദായ തക്ബീർ ളുഹ്ർ മുതൽക്ക് തുടങ്ങും. അവസാനിക്കല് അവരുടേതും മറ്റുള്ളവരെ പോലെ തന്നെയാണ്. ഇനി വഫീ അശ്രി ദുൽഹജ്ജത്തി, ദുൽഹജ്ജ ആദ്യ 10 സുന്നത്തുണ്ട് തക്ബീർ ചൊല്ലല്. അതെപ്പോള്? ഹീന യറാ ശൈഅൻ മിൻ ബഹീമത്തിൽ അൻആമി, ആട്, മാട്, ഒട്ടകം എന്നീ ബലിമൃഗങ്ങളാക്കാൻ പറ്റുന്ന മൃഗങ്ങളെ കാണുമ്പോൾ ഒരു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട്. അതല്ലെങ്കിൽ കണ്ടോളൊന്നില്ല,
ഒരാട് കരയുന്ന ശബ്ദം കേട്ടു, അതല്ലെങ്കിൽ ഒരു പശുവോ കാളയോ കരയുന്ന ശബ്ദം കേട്ടു, ഇവിടേക്കാവുമ്പോ ഒരു ഒട്ടകത്തിന്റെ ശബ്ദം കേട്ടു, എന്നാലും സുന്നത്തുണ്ട്. അപ്പോ ആടുമാടൊട്ടകങ്ങളെ കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ദുൽഹജ്ജ് 1 മുതൽ 10 വരെ സുന്നത്തുണ്ട്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞേക്കുക. പല ഫിഖ്ഹിന്റെ കിതാബുകളിലും ഒരു ബാബായി തന്നെ ഈ പെരുന്നാളിനെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമ്മളതൊക്കെ പണ്ട് 10 കിതാബ് ഓതുന്ന സമയത്തോ അല്ലെങ്കിൽ 9 കിതാബ് ഓതുന്ന സമയത്തൊക്കെ മോജാറ്റുകൾ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളവർക്ക് ഫത്ഹുൽ മുഈനിൽ ചുരുക്കി പറഞ്ഞതാ. വസലാത്തുൽ കുസൂഫൈനി അവിടെ ഒരു കൂടെ ആലൂരുണ്ട്, സമയമുണ്ട്. അങ്ങനെ പച്ച നിർത്തിവെച്ചാൽ ഇതിപ്പോ എവിടെ എത്തൂല. നോമ്പ് കൂടാകാൻ പോവുക. നോമ്പായാ പിന്നെ ഓതാലും തന്നെ ഒരു പുടുത്തം കിട്ടൂല. തന്നെയല്ല ഒക്കെ സമയവും നിവാമും ഒക്കെ കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ടാകുക. വസലാത്തുൽ കുസൂഫൈനി ജമാഅത്ത് സുന്നത്തുള്ള സുന്നസ്കാരങ്ങളിൽപ്പെട്ടതാണ് 2 ഗ്രഹണത്തിന് വേണ്ടിയുള്ള നിസ്കാരങ്ങൾ. ഏതാണ് 2 ഗ്രഹണം? ഐ കുസൂഫി ഷംസി സൂര്യന് പറ്റുന്ന ഗ്രഹണവും വൽ ഖബരി ചന്ദ്രന് പറ്റുന്ന ഗ്രഹണവും. കുസൂഫ് എന്ന് സൂര്യന് പറയുമ്പോ മറ്റേ ഹുസൂഫ് എന്നാ പറയാം, ഹാവുണ്ട്. 2 പറഞ്ഞാലും സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും 2ന് വേണ്ടിയും നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അത് ജമാഅത്തായി നിർവഹിക്കപ്പെടുന്നതും സുന്നത്തുണ്ട്. അവിടെയും നേരത്തെ പറഞ്ഞേക്കന്നെ ഏത് ചുരുങ്ങിയത് 2 റക്അത്ത് സുന്നത്ത് ദൂറിന്റെ സുന്നത്ത് പോലെ നിസ്കരിച്ചാലും ചുരുങ്ങിയതാവും 3 രൂപമാണ്. കാമിലായ രൂപം, അക്മലായ രൂപം, അങ്ങനെ 3 രൂപം ഒക്കെ ചുരുക്കിയാ പറയുന്നത്. വഅഖല്ലുഹ ഗ്രഹണസ്കാരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് റകഅത്താനി കസുന്നത്തുൽ ളുഹ്രി സാധാരണ ളുഹ്റിന്റെ ഒക്കെ സുന്നത്ത് നിസ്കരിക്കും പോലെയുള്ള ലോക്കലായ 2 റകഅത്ത് സുന്നത്ത്. നിയ്യത്ത് എന്ത് വേണം? സൂര്യഗ്രഹണ നമസ്കാരം നിർവഹിക്കുന്നു എന്നോ അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണ നമസ്കാരം നിർവഹിക്കുന്നു എന്ന നിയ്യത്തോട് കൂടി 2 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അസ്ലു സുന്നത്ത് കിട്ടും. ഗ്രഹണ നമസ്കാരം നിസ്കരിക്കാൻ അസ്ലു സുന്നത്ത് കിട്ടും. വാദിന കമാരിഹ അതിന്റെ പൂർണ്ണമായതിൽ നിന്ന് ചുരുങ്ങിയത് എന്ന് പറയാൻ 3 രൂപമുണ്ട്. അതിന് പറയും 3ാമത്തെ രൂപം സിയാദത്തു ഖിയാമിൻ ഒരു ഓത്തിനെ നൃത്തത്തെ അധികരിപ്പിക്കുക. ഖിറാഅത്തിന് ഒരു ഖിറാഅത്തിനെയും റുക്കൂനെയും ഫീ കുല്ലി റകഅത്തിൻ എന്ന് പറഞ്ഞാൽ സാധാരണ നിസ്കാരം പോലെ നിയ്യത്ത് ചെയ്ത് തക്ബീർ കെട്ടി വജ്ജത്ത് ഓതി ഫാത്തിഹ ഓതി ഏതെങ്കിലും ഒരു സൂറത്ത് ഓതി എന്നിട്ട് എന്താക്കുക? ഒരു റുക്കൂ ചെയ്യുക. റുക്കൂ ചെയ്തിട്ട് സമീഅ അല്ലാഹു ലിമൻ ഹമിദഹു പറഞ്ഞിട്ട് പിന്നെ സുജൂദ് പോകല്ല. 2ാമത് ഫാത്തിഹ ഓതി, പിന്നെ സൂറത്ത് ഓതി, പിന്നെയും റുക്കൂ പോയി. എന്നിട്ട് സമീഅ അല്ലാഹു ലിമൻ ഹമിദഹു പറഞ്ഞിട്ട് റബ്ബനാ ലക്കൽ ഹംദ് പറയണ്ടത്. അപ്പോ ഒരു റക്അത്ത് തന്നെ 2 വട്ടം നിൽക്കണം, 2 വട്ടം ഫാത്തിഹ ഓതണം, സൂറത്ത് ഓതണം, 2 റുക്കൂം ചെയ്യണം. സുജൂദ് സാധാരണ പോലെ, സുജൂദ് കാര്യമില്ല കേട്ടോ. സുജൂദ് റക്അത്ത് സാധാരണ പോലെ തന്നെ 2 സുജൂദ് തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത റക്അത്തിലേക്ക് വന്നാലും അങ്ങനെ ഫാത്തിഹ ഓതുക, ഒരു സൂറത്ത് ഓതുക, ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക, എന്നിട്ട് റുക്കൂ ചെയ്യുക. എന്നിട്ട് സമീഅ അല്ലാഹു ലിമൻ ഹമിദഹു പറഞ്ഞിട്ട് പിന്നെ ഫാത്തിഹ ഓതുക, ഒരു സൂറത്ത് ഓതുക, പിന്നെ റുക്കൂ പോവുക. എന്നിട്ട് സമീഅ അല്ലാഹു ലിമൻ ഹമിദഹു പറഞ്ഞതിന് ശേഷം റബ്ബനാ ലക്കൽ ഹംദ് ചൊല്ലിയിട്ട് പിന്നെ സുജൂദ് പോവുക. സാധാരണ പോലെ സുജൂദ് കഴിഞ്ഞ് അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടുക. അപ്പൊ സുജൂദ് 2 റക്അത്തിലും ഈ 2 ഉള്ളൂ. റുക്കുവാണ് ഇരട്ട റുക്കുവും അതുപോലെ തന്നെ ഇരട്ട ഖിയാമും ഇരട്ട ഫാത്തിഹയും ഒക്കെ. ഇതാണ് ഇപ്പൊ ഇതിന്റെ ചുരുങ്ങിയ രൂപം. ഏത് സൂറത്തും അതാ. എന്നാൽ വല്ലക്കുമലു ഏറ്റവും പൂർണ്ണമായത് 3ാമത്തെ രൂപം വജ്ജത്തൊക്കെ ഓതിയതിന് ശേഷം ഫാത്തിഹ ഓതിയതിന് ശേഷം ഓതുക ഫിൽ ഖിയാമിൽ അവലി 1ാമത്തെ നൃത്തത്തിൽ അൽ ബഖറത. ഖുർആൻ കുറച്ച് ഓതാൻ കിട്ടണം, എന്നെ പോലത്തോൾക്ക് പറ്റൂല. അൽ ബഖറ സൂറത്ത് ഓതുക. അത് കഴിയൂലെങ്കിൽ ഔ ഖദ്റഹ അല്ലെങ്കിൽ അത്രയും ഓതുക. ഒരു ഏകദേശം 2.5 ജുസുണ്ടല്ലോ കഷ്ടിച്ച്, 2 പേജ് കൂടി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് 2.5 ജുസ് ഉണ്ടാവും. അത്രയും ഭാര ഏതെങ്കിലും ഓതുക. മേലെ 15 ഒരാൾക്ക് ഹിഫ്ളില്ല, താഴെ 15 ഹിഫ്ളുണ്ട്, ഇന്നൊരു 2.5 ജുസ് ഓതിയാൽ മതിയെന്ന് 1ാമത്തെ നൃത്തത്തില്. ഒഫീസാനി 2ാമത്തെ നൃത്തത്തിൽ 1ാം റക്അത്തിന്റെ 2ാമത്തെ നൃത്തത്തിൽ അൽ ബഖറയിൽ നിന്നിട്ട് 200 ആയത്ത് ഓതുന്ന ഒരു 1.25 ജുസ് 2ാം റക്അത്തിൽ ഓതുക. വസാരിസ് 3ാമത്തെ, അതായത് 2ാം റക്അത്തിലെ 1ാമത്തെ നൃത്തത്തിൽ കമിഅത്തിൻ വഖംസീന അൽ ബഖറയുടെ 150 ആയത്ത് ഓതുന്ന അത്ര സമയം ഓതുക.
ഒന്നിരിക്കൽ അതെന്നെ ഓതുക, അല്ലെങ്കിൽ അത്ര വേറെ സൂറത്തിനോത്. വറാബി 2 റക്അത്തിലെ 2ാമത്തെ നൃത്തമാവുന്ന 4ാം നൃത്തത്തിൽ കബിയത്തിൻ അൽ-ബഖറ 100 ആയത്തിന്റെ അത്ര, അല്ലെങ്കിൽ അത്ര ഖദർ ഓതുക. അത് നൃത്തത്തില് ഒക്കെ സഹിക്കുക. ഇനി സഹിക്കാൻ കഴിയാത്ത ഇടങ്ങേറിഞ്ഞ് പറയാം. വയുസബ്ബിഹ ഫീ അവ്വലി റുക്ഊഇൻ 1ാം റക്അത്തിലെ 1ാമത്തെ റുക്ഊഇൽ, അതുപോലെ തന്നെ വസുജൂദിൻ 1ാം റക്അത്തിലെ 1ാമത്തെ സുജൂദിലും. അപ്പൊ 1ാം റക്അത്തിലെ 1ാമത്തെ റുക്ഊഇലും 1ാമത്തെ സുജൂദിലും എത്ര നേരം തസ്ബീഹ് ചൊല്ലുക? കമിഅത്തി ആയത്തിൻ. കമിഅത്തുൽ ബഖറ, അൽ ബഖറയിൽ നിന്നുള്ള 100 ആയത്ത് ഓതുന്ന അത്ര സമയം തസ്ബീഹ് ഇല്ല. അവിടെ വർത്താൻ അറിയാം. റുക്കൂ അങ്ങോട്ട് നിൽക്കുമ്പോഴേ കുറച്ചാണ് കഴിഞ്ഞാൽ മുട്ടിങ്ങട്ട് വേദനയാകാൻ തുടങ്ങും. അവസാനം മതി തീർന്ന് തോന്നും. ശീലമുള്ളവർക്ക് ഇറക്കടില്ല, അല്ലാത്തവരോട് കയ്യൂലെങ്കിൽ കഴിയുമ്പോ നിർത്തിക്കോട്ടെ. കാമിലായ സൂറത്ത് ജൂപ്പ് അങ്ങനെയാണ്. 1ാമത്തെ റക്അത്തിലെ 1ാമത്തെ റുക്കൂയിലും 1ാമത്തെ സുജൂദിലും 100 ആയത്ത് അൽ ബഖറ സൂറത്തിൽ നിന്ന് ഓതാൻ എടുക്കുന്ന സമയത്തിന് അത്രയും സമയം തസ്ബീഹ് ചൊല്ലുക. ഒഫിസാനി മിൻ കുല്ലി മിൻഹുമാ, 1ാം റക്അത്തിലെ 2ാം ഖിയാമിലും 2ാം സുജൂദിലും കസമാനീന, അൽ ബഖറ സൂറത്തിലെ 80 ആയത്ത് ഓതാൻ ആവശ്യമായ അത്ര സമയം. വസ്സാലിസി മിൻഹുമാ എന്ന് പറഞ്ഞാൽ 3ാമത്തെ റുക്കൂഉം സുജൂദും എന്ന് പറഞ്ഞാൽ 2ാം റക്അത്തിലെ 1ാമത്തെ സുജൂദിലും 1ാമത്തെ റുക്കൂഇലും കസബീന 70 ആയത്ത് ഓതുന്ന അത്ര സമയം തസ്ബീഹ് ചൊല്ലുക. വറാബി 4ാമത്തെ 2ാം റക്അത്തിലെ 2ാമത്തെ നൃത്തത്തിലും 2ാമത്തെ റുക്കൂഇലും 2ാമത്തെ സുജൂദിലും ക50 50 ആയത്ത്. മുട്ടുണ്ടാവിടെ ബാക്കി അങ്ങനെ അങ്ങോട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകളാണ് എടുക്കും. അങ്ങനെയാണ് അതിന്റെ പൂർണ്ണമായ രൂപം. മനസ്സിലായില്ലേ? ചുരുക്കി പറഞ്ഞാൽ ഗ്രഹണം കഴിയുന്നത് വരെ നിസ്കാരം തുടരൽ സുന്നത്താണ്. അപ്പൊ നീണ്ട സമയം ഗ്രഹണം ഉണ്ടാവുമ്പോൾ നല്ലോണം നീട്ടി നിസ്കരിക്കുക, കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറക്കുകയും ചെയ്യാം. പക്ഷേ അതിന്റെ വക്ത് പറഞ്ഞോ? എങ്കിൽ നമ്മൾ പറയാ വക്ത് എന്ന ഗ്രഹണം തുടങ്ങിയത് മുതൽ, ഗ്രഹണം ഉണ്ടാവാൻ തുടങ്ങിയത് മുതൽ വക്ത് പ്രവേശിക്കും. ഈ ഗ്രഹണം പൂർണ്ണമായി നീങ്ങുന്നതിന്റെ ഇടയ്ക്ക് എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം? കളാകുന്നതിന് എന്താ, സൂര്യനാണെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, ചന്ദ്രനാണെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, ഗ്രഹണം നീങ്ങിയിട്ടില്ലെങ്കിൽ ഗ്രഹണം അവസാനിക്കുന്നതിന് മുമ്പ് തക്ബീർ കിട്ടിയാൽ നീട്ടുന്നതിന് കുഴപ്പമില്ല. ഗ്രഹണം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കളാ വിട്ടാൻ പറ്റൂല. കാരണം അത് വക്കത്തുള്ളതല്ല, സബബുള്ളതാ. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കുക. പെരുന്നാൾ നിസ്കാരം വക്കത്തുള്ളതാ, അതുകൊണ്ട് കളാ വിട്ടൽ സുന്നത്തുണ്ട്. ഗ്രഹണ നിസ്കാരം വക്കത്തില്ല, അതിന് സബബാണ്, കാരണമാ. ഗ്രഹണം ബാധിക്കുക എന്ന കാരണമാ. കാരണം കൊണ്ട് സുന്നത്താക്കപ്പെടുന്ന നിസ്കാരങ്ങളൊന്നും കളാ വീട്ടൽ സുന്നത്തില്ല. അപ്പൊ ഗ്രഹണ നിസ്കാരം നിസ്കരിക്കേണ്ടത് ഗ്രഹണം തുടങ്ങിയത് മുതൽക്ക് ആണ്. ഏതുവരെ ആവാം? ഗ്രഹണം അവസാനിക്കുകയോ അതല്ലെങ്കിൽ ഗ്രഹണത്തോടു കൂടി സൂര്യൻ അസ്തമിക്കുകയോ ചെയ്യുന്നത് വരെ. അതുപോലെ തന്നെ ചന്ദ്രനാണെങ്കിൽ ഗ്രഹണം അവസാനിക്കുകയോ അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുകയോ ചെയ്യുന്നത് വരെ. മനസ്സിലായില്ലേ? ക്ഷമ പരിശോധിക്കലല്ല, അതിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് രഹസ്യം ഉണ്ടെങ്കിൽ ശരിയേ. ക്ഷമ പരിശോധിക്കലൊന്നുമല്ല, അല്ലാഹു തആല വലിയൊരു പരീക്ഷണമാണ് തരുന്നത്. ആ പരീക്ഷണ ഗ്രഹണ സമയത്ത് അന്തരീക്ഷത്തിൽ കാര്യമായ പരിവർത്തനങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് ധാരാളം പകർച്ചവ്യാധി വരാനും മറ്റുമൊക്കെ കാരണങ്ങളുണ്ട്. അപ്പൊ നമ്മളിവിടെ ശാസ്ത്രജ്ഞന്മാര് കണ്ണിന് മറ്റേ കരി പിടിച്ച ഗ്ലാസ്സിലൂടെ അല്ലാതെ നോക്കരുത്, ആ സമയത്ത് ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതൊന്നും പറയുന്നില്ല. ഗ്രഹണം തുടങ്ങിയോടെ മുതൽ ഗ്രഹണം കഴിയുന്നവരെ നിസ്കരിച്ചാൽ മതി. 2 കാര്യമായി. ഈ രോഗാണുക്കളുമായിട്ട് ഇടപഴകാനോ അന്തരീക്ഷത്തിലുള്ള മാറ്റങ്ങൾ അവനെ പ്രതികൂലമായി ബാധിക്കാനോ ഒന്നും ഇടവരൂല. അതോടുകൂടി ഇത്രയും വലിയ പരീക്ഷണത്തിന് അള്ളാഹുവിന്റെ മുന്നിൽ ഇബാദത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് പറയുന്ന പൂല്യം കിട്ടി. മനസ്സിലായില്ലേ? അപ്പം ഇതുകൊണ്ടുള്ള റിയാക്ഷനുകളൊന്നും മുസ്ലിമീങ്ങൾക്ക് വരും ചെയ്യരുത്. അതോടുകൂടി അള്ളാഹുവിന്റെ അടുക്കുള്ളവർക്ക് കൂലിയും കിട്ടണം. അതുകൊണ്ട് ആ ഗ്രഹണം അവസാനിക്കുന്നവരെ ഇരിക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോ ഒരാള് നിസ്കരിക്കാൻ തുടങ്ങി, പക്ഷേ നിസ്കരിച്ച് ഒരു റക്അത്ത് കഴിഞ്ഞതിന് മുമ്പ് തന്നെ ഗ്രഹണം കഴിഞ്ഞു തെളിഞ്ഞെന്നാലോ ഒരു കുഴപ്പമില്ല.
തുടങ്ങൽ ഗ്രഹണം കഴിയുന്നതിന് മുമ്പ് ആവണം, അവസാനിക്കുന്നതിനായി ഷർത്തില്ല. ഇപ്പൊ ഉദാഹരണം, ചില ദിവസം 10 മിനിറ്റ് ഒക്കെയാണ് ഗ്രഹണം ഉണ്ടാകുക, അല്ലെങ്കിൽ അരമണിക്കൂർ ഒക്കെ ഗ്രഹണം ഉണ്ടാവും. ഇപ്പൊ ഈ നിസ്കാരം ഈ കോലത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ ഇല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ നിസ്കരിച്ചൂടെ? അപ്പോ ഗ്രഹണം അസ്തമിക്കുന്നതിന് മുമ്പ്, തെളിയുന്നതിന് മുമ്പ് തുടങ്ങിയാൽ മതി. ഈ ഗ്രഹണം തെളിയുമ്പോൾ നിസ്കാരം കഴിഞ്ഞോളന്നില്ല. മനസ്സിലായില്ലേ? ഈ രണ്ടും ബിഹുത്തുബത്തൈനി, 2 ഹുത്തുബയോടുകൂടി സുന്നത്തുണ്ട്. ഏത് രണ്ടും? പെരുന്നാൾ നിസ്കാരവും ഗ്രഹണസ്കാരവും രണ്ടിനോടുകൂടി കൂട്ടിയിട്ടാ ഹുത്തുബ പറയുന്നത്. ഐ മാഹുമ ബാദഹുമ, രണ്ടിന് ശേഷം എന്ന് പറഞ്ഞാൽ യുസന്നു ഹുത്തുബത്താനി, 2 ഹുത്തുബ നിർവഹിക്കൽ സുന്നത്താക്കപ്പെടും. ബാദ സ്വലാത്തിൽ ഈദൈനി, ബലി പെരുന്നാള് അതുപോലെ തന്നെ ചെറിയ പെരുന്നാള് 2 നിസ്കാരം കഴിഞ്ഞതിന് ശേഷവും, അതുപോലെ തന്നെ അവലോഫി മദിൻ, പെരുന്നാൾ നിസ്കാരം കളാ വീട്ടും ചെയ്യാലോ, പിറ്റേന്നാണെങ്കിൽ മറ്റുള്ള ഖത്ബ സുന്നത്തുണ്ട് എന്നാണ് ഫീമായത് വരും. വൽ കുസൂഫൈനി, ഗ്രഹണസ്കാരം പിന്നെ കളാ വീട്ടിലില്ല അത്. അപ്പൊ ഗ്രഹണസ്കാരത്തിന് ശേഷവും പെരുന്നാൾ നിസ്കാരത്തിന് ശേഷവും 2 ഖുതുബ സുന്നത്തുണ്ട്. എല്ലാ നിസ്കാരത്തിന്റെയും ശേഷം തന്നെ ഇനി ഇസ്ലാമിന്റെ ആദ്യത്തിൽ ഖുതുബ, അതായത് ജുമാന്റെ മുമ്പും ഖുതുബ, അങ്ങനെയാണോ? അല്ല, ജുമാന്റെ ശേഷം ഖുതുബ, പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഖുതുബ, ഗ്രഹണസ്കാരത്തിന് ശേഷം ഖുതുബ, എല്ലാം ശേഷം. ആദ്യം എന്താക്കുക? നിസ്കരിക്കുക, എന്നിട്ട് ഖുതുബ ഓതുക. അങ്ങനെയാണ് ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ജുമാന്റെ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു കച്ചവട സംഘം വന്നു. അപ്പൊ ഈ വിവരം കിട്ടിയപ്പോ അധികം ഇസ്ലാമിനെ പറ്റി ആഴത്തിൽ പഠിച്ചറിഞ്ഞ് പരിചയമില്ലാത്ത പുതുതായി ഇസ്ലാമിലേക്ക് വന്ന കുറച്ച് സ്വഹാബികള് അങ്ങോട്ട് പോയി ഖുതുബ നിർവഹിച്ച് തീരുന്നതിന് മുമ്പ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കഠിനമായി ശാസിക്കുകയും എന്ന്. അപ്പോ ജുമാ സഹീ ആവണമെങ്കിൽ ഖുതുബ ഷർത്താണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു അബദ്ധം മേനിൽ വരണ്ട എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ശേഷം ജുമയുടെ ഖുതുബ നിസ്കാരത്തിന് മുമ്പ് നിർവഹിക്കണം എന്നാക്കി. മുമ്പ് നിർവഹിക്കുക. എന്നാ പിന്നെ ആളുകൾ വന്നോല് പോലല്ലോ, തന്നെ രാവിലെ വരല് സുന്നത്തും ഉണ്ടല്ലോ. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കാൻ സൗകര്യമുള്ളവർ ഇരുന്നത് വരുന്നോട്ടെ, ഇല്ലാത്തവർ പോയിക്കോട്ടെ, നിസ്കാരം ചെയ്യാവല്ലോ എന്നുള്ളവർക്ക്. എന്നാൽ ഈ മാറ്റം ഷർത്തായ ഖുതുബയുള്ള ജുമാക്ക് മാത്രമേ ബാധിച്ചുള്ളൂ. ബാക്കിയൊക്കെ സുന്നത്താ ഖുതുബ. അപ്പൊ താല്പര്യമുള്ളവർ ഇരുന്നോട്ടെ, ഇല്ലാത്തവർ പോയിക്കോട്ടെ, കാരണം ഷർത്തില്ലല്ലോ. സുന്നത്തിലുള്ളവർക്ക് സുന്നത്ത് വേണമെങ്കിൽ ഒരു പോയിക്കോട്ടെ എന്ന നിലക്ക് പഴയ അവസ്ഥയിൽ തന്നെ നിലനിർത്തിയതാണ് പെരുന്നാൾ നിസ്കാരത്തിനും ഗ്രഹണസ്കാരത്തിനും ഒക്കെ ശേഷം ഖുതുബ. എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ 2 ഖുതുബയിൽപ്പെട്ട 1-ാം ഖുതുബയെ തുടങ്ങേണ്ടത് തക്ബീറാത്തിൻ, 9 തക്ബീർ. അത് തുടർച്ചയായിട്ടാണ്. അല്ലാഹു അക്ബർ, 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 അല്ലാഹു അക്ബർ. അങ്ങനെ തുടർച്ചയായിട്ട് 9 തക്ബീർ ചൊല്ലുക. ലൽ കുസൂഫി എന്ന ഗ്രഹണ നിസ്കാരത്തിന്റെ അവിടെ എന്തില്ല? ഈ തക്ബീർ ഇല്ല. بالتسبيح ولا بالاستغفار والأحسن أن يأتي بدله بالاستغفار قياسا على الاستسقاء أم فيه نظر ولا أقرب ولا أقول. ഗ്രഹണസ്കാരത്തിന്റെ ഖുതുബയിൽ തക്ബീർ സുന്നത്തില്ല. എന്നാ അവിടെ ഇസ്തിഗ്ഫാർ സുന്നത്തുണ്ടോ? ഇനി നമ്മൾ പറയും മയത്തേടുന്ന നിസ്കാരത്തിന്റെ അവിടെ ഇസ്തിഗ്ഫാർ സുന്നത്തുണ്ട്. എന്നാൽ ഇവിടെയും ഇസ്തിഗ്ഫാർ സുന്നത്ത് ഉണ്ടാവേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ അങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. അതിന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതുകൊണ്ട് കറാത്തൊട്ട് വരികയില്ല. വസാനിയ, 2-ാമത്തെ ഖുതുബയെ തുടങ്ങണം ബിസബീൻ, 7 തക്ബീർ കൊണ്ട്. ഒക്കെ വില ആണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മള് നിസ്കാരത്തിലുള്ള 7ഉം 5ഉം ഇടയ്ക്ക് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പറയും പോലെ ഇട നിർത്തണ്ട, തുടർച്ചയായിട്ട് ചൊല്ലിയാൽ മതി.
ഇനി എംബഗി അയഫ്സില ബൈനൽ ഖുത്ബത്തൈനി ബിത്തക്ബീരി, ഖുത്ബന്റെ ഇടയിൽ ഒന്നാമത്തെ ഖുത്ബ അവസാനിക്കുമ്പോൾ തക്ബീറില്ല, രണ്ടാമത്തെ തുടങ്ങുന്നതിന് മുമ്പ്. വൈക്സിറ മിൻഹു, തന്നെയല്ല ഈ തക്ബീറിനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക ഫീ ഫുസൂലിൽ ഖുത്ബത്തി, ഖുത്ബയുടെ ഓരോ ഫസലുകളിലും എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് വിഷയങ്ങൾ മാറുന്നതിനനുസരിച്ച് തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്ന് ഖാലഹു സുബ്കിയു. ഓരോ ഫസലുകളിലും തക്ബീർ ചൊല്ലുക, ഒന്നാമത്തെ ഖുത്ബ അവസാനിപ്പിച്ചിട്ട് തക്ബീർ ചൊല്ലുക, രണ്ടാമത്തെ തുടങ്ങുന്നതിന് മുമ്പ് എന്നതൊക്കെ. എന്നാൽ ഇമാം വലാ തുസന്നു, ഈ ഹാദി തക്ബീറാത്ത് ഈ ഖുത്ബയുടെ തുടക്കത്തിലും ഖുത്ബയുടെ അവസാനത്തിലും ഖുത്ബയുടെ ഇടയ്ക്കും ചെല്ലുന്ന ഈ തക്ബീറുകൾ സുന്നത്തില്ല ലിൽ ഹാദിരീൻ, അത് ഖുത്ബ കേൾക്കാനിരിക്കുന്ന ആളുകൾക്ക് സുന്നത്തില്ല, അത് മൗലിയാര് മാത്രം ചൊല്ലിയാൽ മതി, കേട്ടിരിക്കുന്നവർ അത് കേട്ടാ മതി. നിസ്കാരത്തിലുള്ള അങ്ങനെയല്ല, അത് മൗലിയാരും മൗമൂമിയങ്ങളും എല്ലാവരും ചെല്ലണം, ഉറക്കനെ ചെല്ലണം. പക്ഷെ ഇടക്കുള്ള തസ്ബീഹ് പതുക്കെയാണ് ചെല്ലേണ്ടത്. ഓക്കെ, ഇനി സലാത്തുൽ ഇസ്തിസ്ഖാ, മഴ തേടുന്ന നിസ്കാരം. ഇൻഷാ അല്ലാഹ് നാളെ ഇന്ന് അതും കൂടി പൂർത്തിയാക്കണം എന്നതിനായി. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ സ്വലാത്തുൽ ഹാജത്തും അതുപോലെ തന്നെ ഈനാസുൽ മയ്യിത്ത് രണ്ടും കൂടി പറഞ്ഞുകൊണ്ട് കുറച്ച് സമയം പോയതാണ്. പോയി എന്ന് പറഞ്ഞുകൂടാ, അതും അങ്ങനെ ഒരു ഫലം കിട്ടുകയാണെങ്കിലോ നാളെ ഓതാലോ ഇൻഷാ അല്ലാഹ്. ഇനി മതിയല്ലോ അല്ലൂരെ, മുമ്പാട് പോയി സമയമായി. നഞ്ഞി ആ കെട്ടിട്ട കയറൊക്കെ കഴിച്ചിട്ടാളി. നലിഞ്ഞ് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമൊക്കെ ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചും ചെയ്തോട്ടെ. കിട്ടും.